പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്താൻ കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന യുവകവി എന്ന് പറയുന്ന, യുവകവി എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല, കവിത യുവത്തുള്ളതാണ്. സോമൻ ഏകദേശം എന്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പൊ യുവകവി സോമൻ കടലൂരിനെ നമുക്ക് കിട്ടി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ യുനെസ്കോ 1999 ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 2000 മുതൽ ഈ ദിനാചരണം ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ മാതൃഭാഷ മലയാളികൾ പലപ്പോഴും സംരക്ഷിക്കാൻ മുറവിളി കൂട്ടേണ്ടി വരുന്ന ഒരു ഗതികേടിൽ നിൽക്കുന്ന ഭാഷയെ തീർന്നുണ്ട്. നമ്മൾ മലയാളം പഠിക്കുന്നവരാണ്, പക്ഷെ മലയാളം പറയുന്നത് വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷമുള്ള കേരളീയരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മലയാളത്തിന്റെ മാത്രമല്ല, ലോക മാതൃഭാഷ എന്ന് പറയുന്ന എല്ലാ ആളുകളും ഒരുപക്ഷെ മാതൃഭാഷയോളം നമ്മുടെ ഹൃദയവികാരം വെളിപ്പെടുത്താൻ ഉതകുന്ന മറ്റൊന്നുമില്ല എന്ന് അംഗീകരിക്കുന്നവരാണ്. എന്തുകൊണ്ടോ മലയാളികൾക്ക് അക്കാര്യത്തിൽ അല്പം വിമുഖതയുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് സോമൻ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ സോമാഷ് വളരെ പരിചിതനായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എം.എൻ. കാരശ്ശേരി മാഷ് ചില പരാമർശങ്ങളോട് സോമാഷ് വളരെ എണ്ണി മറുപടി പറയുന്ന ഒരു വീഡിയോ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷയ്ക്ക് വേണ്ടി, ഭാഷയെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി അതിന്റെ ഒരു വക്താവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സോമാഷ്. പലപ്പോഴും സോമാഷ് പ്രഭാഷണത്തിന്റെ ഈ വേറും ചൂരും ഒക്കെ അനുഭവപ്പെടുന്നത് പുതുകവിതകളെ കുറിച്ച് ആരെങ്കിലും മോശമായി പറയുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തില് ലോക മാതൃഭാഷാ ദിനമെന്നല്ല വെച്ചത്, ഭാഷയും ഭാഷണവും കവിതയും എന്നാണ്. സാധാരണ രീതിയിൽ പഴയകാല കവിതകളൊക്കെ പഠിക്കുന്ന ആളുകളാണ്. മണിപ്രവാള കവിതകൾ തൊട്ട് അല്ലെങ്കിൽ ചമ്പുക്കളും ഇതൊക്കെ പഠിക്കുന്ന ആളുകളാണ് നമ്മൾ, മലയാളം ഐച്ഛിക എടുക്കുന്ന ആളുകൾ. അതോടൊപ്പം പുതിയ കവിതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുക, ജീവിതാനുഭവങ്ങൾ ഇത്രയും പച്ചയായിട്ട്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെയൊക്കെ വളരെ പച്ചയായിട്ട് എഴുതാൻ ഇന്നത്തെ കവികൾക്ക് സാധിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഹൃദയത്തോട് നന്നായിട്ട് സംവദിക്കുന്നുണ്ട്. സോമന്റെ കവിതകൾ തന്നെ ഒരുപാട് കവിതകൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ നവമാധ്യമങ്ങളിൽ നന്നായിട്ട് സഞ്ചരിക്കുന്ന കവിതകളാണ് സോമന്റെ. മിടുക്കർ പോലുള്ള കവിതകൾ വളരെ ലളിതമായ വാക്കുകളിലൂടെ, യാതൊരു ക്ലിഷ്ടതയും ഇല്ലാതെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി എഴുതാൻ കഴിയുന്ന, എന്നാൽ മനോഹരമായ കാവ്യം ആയി മാറുന്ന ഒരു രാസപ്രക്രിയ ഈ സോമന്റെ എഴുത്തിനുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സോമനെ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. സോമൻ ഒരുപാട് കാവ്യസമാഹാരങ്ങളുടെ ഉടമയാണ്. 9 എണ്ണം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആത്മബോധത്തിന്റെ ഉരിയാട്ടം, കമ്മ്യൂണിസ്റ്റ് പച്ച, മിടുക്കർ തുടങ്ങിയിട്ട് ഒരുപാട് കവിതാ സമാഹാരങ്ങൾ സോമന്റേതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവാർഡുകളും ഫോക്ലോർ അക്കാദമിയുടെ 2015 അവാർഡ്, സാഹിത്യ അക്കാദമി, ഫോക്ലോർ അക്കാദമിയുടെ സാഹിത്യം ഫോക്ലോറും എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈയിടെ ഒരു അവാർഡ് കിട്ടിയത് എനിക്ക് ഓർക്കുന്നു, പി.കെ. ആണ്ടിപ്പണിക്കർ സ്മാരകമായിട്ടുള്ള ഫോക്ലോർ അവാർഡ്. ഫോക്ലോറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡായിരുന്നു സോമൻ. അതും ഇപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ, സോമന്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അറിയാം, അതിന്റെ ഒരു ചരിത്രമൊക്കെ ഇപ്പം വരുന്നുണ്ട്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും ഈ മേഖലയിലെ നിറസാന്നിധ്യവുമായിട്ടുള്ള സോമനെ ഈ പ്രഭാഷണത്തിന് വന്നതിലുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. സോമനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും, നമ്മള് കുടുംബാംഗങ്ങളാണ്, മലയാള വിഭാഗക്കാരാണ്. അതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോമന്റെ ഈ പ്രഭാഷണം പരിപാടി
ഇനി അങ്ങോട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഈ പരിപാടിയുടെ ആസൂത്രണം നടത്തിയിട്ടുള്ള ഗംഗ ടീച്ചറായിരിക്കും. ഗംഗ ടീച്ചറെ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. ദയവ് ചെയ്ത് വലിയൊരു പ്രയാസത്തോടെയാണ് ഞാൻ നിങ്ങളോട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇത് ദീർഘിച്ചു പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ. മാത്രമല്ല, സോമന്റെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷവും താല്പര്യമാണ്. ഈ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും ഇത് കേൾക്കാനും നമ്മുടെ ചാനലുകളിലൂടെ പ്രദർശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് എന്നോട് പൊറുക്കണം. ഞാൻ സോമനെ ഈ പരിപാടിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എന്താ സോമൻ സാറിന്റെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ, ടീച്ചറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കുന്നുണ്ട്. ഏറ്റവും ആദരണീയനായ പ്രിയപ്പെട്ട സത്യൻ സാർ, പ്രിയപ്പെട്ട ഗംഗ ടീച്ചർ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. ആദ്യമേ തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം എനിക്ക് തന്നിരിക്കുന്നത് ഭാഷയും ഭാഷണവും കവിതയും എന്ന വിഷയമാണ്. നമുക്കറിയാം, ലോക മാതൃഭാഷാ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് ഇതിൽ കവിത ഉള്ളത് കൊണ്ട് 2 കവിത കൊണ്ട് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കവിത അമ്മ എന്നതാണ്. വിറച്ചു വിതുമ്പി വീട്ടാലയിൽ, ചത്താമതി എന്ന് പ്രാഗി ചായ്പിൽ, വേദന കടിച്ചമർത്തി പൊന്തക്കാട്ടിൽ, ഇനി പോകാനിടമില്ലെന്ന് കരഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചില അമ്മമാർ. ഇന്നും ഒരു വൃദ്ധയെ വഴിവെക്കൽ തള്ളി മക്കൾ കടന്നു കളഞ്ഞു. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഓർമ്മ നഷ്ടമായ ആയമ്മ ഓടിക്കൂടിയവരോട് സ്വന്തം പേര് മാത്രം ആവർത്തിച്ചു, മലയാളം മലയാളം. ഇതാണ് ഒരു കവിത. അമ്മയെയും ഭാഷയെയും ബന്ധിപ്പിക്കുന്ന ധാരാളം കവിതകൾ നമുക്കുണ്ട്. അമ്മ മലയാളമുണ്ട്, സച്ചിദാനന്ദന്റെ മലയാളം എന്ന് പറയുന്ന കവിതയുണ്ട്, വള്ളത്തോളിന്റെ തറവാട്ടമ്മ എന്ന് പറയുന്ന കവിതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കവിതയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും, ഭാര്യാസമേതനായി മടങ്ങും. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും, ഭാര്യാസമേതനായി മടങ്ങും. അതാ. അപ്പൊ അമ്മ പോകുന്നതിന് മുമ്പ്, അച്ഛൻ പോകുന്നതിന് മുമ്പ്, ബന്ധങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാതൃഭാഷ പോയിരിക്കുമെന്നുള്ള സങ്കല്പം നമ്മുടെ ഈ കവിതകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അമ്മ പോകുമ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഭാഷയിലാണ്. അപ്പൊ ഭാഷയാണ് വാസ്തവത്തിൽ ബന്ധം നിലനിർത്തുന്നത്, ഭാവാർത്ഥത്തിലുള്ള അനുഭൂതികളും അനുഭവങ്ങളും നിലനിർത്തുന്നത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് മലയാളത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നവരും നമുക്ക് മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും വൈകാരികമായ ബന്ധം ജനങ്ങൾക്ക് കുറഞ്ഞൊരു ഭാഷയാണ് വാസ്തവത്തിൽ മലയാളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മലയാളത്തിന് വേണ്ടി കാരശ്ശേരി മാഷ്, പ്രൊഫസർ M.N. കാരശ്ശേരി മാഷ് ഒരിക്കൽ പറഞ്ഞത്, മലയാളത്തിന് വേണ്ടി മലയാളികൾ യുദ്ധം ചെയ്യുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അതൊരു ജീർണമായ കാലഘട്ടമാണ്. കാരണം മലയാളത്തിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷുകാരോടല്ല യുദ്ധം ചെയ്തത്. മലയാളത്തിന് വേണ്ടി മലയാളികൾ യുദ്ധം ചെയ്യുന്ന ഒരു ഗതികെട്ട കാലത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 തരം മലയാളികളുണ്ട്. ആത്മബോധമുള്ള, ഭാഷയെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ സ്നേഹിക്കുന്ന, ജീവിതത്തെ സ്നേഹിക്കുന്ന, പ്രതിരോധ മൂല്യമുള്ള, ചിന്താപരമായ ധീരതയുള്ള, ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു മലയാളികളുണ്ട്, ആത്മബോധമുള്ള മലയാളികൾ. എന്നാൽ അടിമ മലയാളികളുണ്ട്. ഭാഷ വേണ്ട, ചരിത്രം വേണ്ട, സംസ്കാരം വേണ്ട, ജീവിതം വേണ്ട, നമ്മുടെ മണ്ണ് വേണ്ട, നമ്മുടെ പരിസ്ഥിതി വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന മറ്റൊരു മലയാളി. അപ്പൊ ഈ 2 മലയാളികൾക്കിടയിൽ നിന്നുകൊണ്ട് മലയാളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുന്ന വലിയ ശ്രമങ്ങളുടെ ഭാഗമാണ് യൂണിവേഴ്സിറ്റി, നമ്മുടെ വനിതാ കോളേജ്, തിരുവനന്തപുരം വനിതാ കോളേജിന്റെ മലയാള വിഭാഗം ഈ മാതൃഭാഷാ ദിനത്തിൽ സവിശേഷമായി ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളം വാസ്തവത്തിൽ നമുക്ക് മധുരമല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം മധുരമല്ല എന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അല്ല, ഒന്നാമത്തത് നമ്മുടെ മാവേലി സ്റ്റോറിലെ ബില്ല്.
ഇത്രയും കാലം മാവേലി സ്റ്റോറിലെ ബില്ല് എന്നത് ഇംഗ്ലീഷിലാണ്. കടുക്, ജീരകം, ഉലുവ എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ അത് അവിടെ പോകുന്ന സാധാരണ നമ്മുടെ നാട്ടുപുറത്തുള്ള മനുഷ്യന്മാരാണ്. അവര് താൻ എന്താണ് വാങ്ങിയത്, എത്ര കിലോ ആണ് വാങ്ങിയെന്നുള്ള അറിയാനുള്ള ജനാധിപത്യ അവകാശം, മൗലികമായ അവകാശം, ആ അവകാശത്തിന്റെ നിഷേധമാണ് പൊതുഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ഭാഷയിൽ ബില്ല് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ചെറിയ കാര്യമാണ്, പക്ഷേ ജനാധിപത്യ വിരുദ്ധത അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതുപോലെ കോടതികളിൽ നമ്മൾ ആലോചിച്ചൊക്കെ, കോടതികളിൽ നമ്മൾ വിചാരിക്കുന്നത് ചെറിയ കോടതി അടക്കം, വലിയ കോടതി അടക്കം, ഹൈക്കോടതി അടക്കം എല്ലാ കോടതികളിലും വ്യവഹാരങ്ങൾ ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല. നമ്മൾ സിനിമയിൽ കാണും, നമ്മൾ കാണും. കാരണം മോഹൻലാൽ പ്രതിസന്ധിയിലാവുന്നേരം മമ്മൂട്ടി വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അതിലൊക്കെ മലയാള ഡയലോഗ് വരുന്നു, ഇടയ്ക്കൊരു ഇംഗ്ലീഷ് ഡയലോഗ് വരുന്നു എന്നൊക്കെ നമ്മൾ അറിയും. പക്ഷെ നമ്മുടെ കോടതി വ്യവഹാരങ്ങൾ സമ്പൂർണ്ണം, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് കോടതിയിലെ കാര്യങ്ങളൊക്കെ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് 50ഓളം വിവർത്തകരെ, ഇംഗ്ലീഷും മലയാളം അറിയുന്ന വിവർത്തകരുടെ പോസ്റ്റ് സൃഷ്ടിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈർ കണ്ണൂർ ജയിലിലെ 300 തടവുകാരെ, 300 ഈ പ്രതിയാക്കപ്പെട്ട ആളുകളെ അഭിമുഖം നടത്തുന്നുണ്ട്. അവര് 300 പേരും പറഞ്ഞത്, അപ്പുറത്തെ വക്കീൽ എന്താ പറഞ്ഞത്, ഇപ്പുറത്തെ വക്കീൽ എന്താ പറഞ്ഞത്, ജഡ്ജി എന്താണ് വിധി പ്രഖ്യാപിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് തങ്ങളുടെ വക്കീൽ പറഞ്ഞ സമയത്താണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ കോടതിയിലെ വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രതിയാണെങ്കിൽ ആ പ്രതിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, പ്രതിയും ആ കാര്യങ്ങൾ അറിയണം എന്ന ഒരു അനുഭവം, എന്ന ഒരു കാര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വാസ്തവത്തില് മാതൃഭാഷയിലായിരിക്കണം ചെറിയ കോടതിയിലെങ്കിലും വ്യവഹാരങ്ങൾ. അതുപോലെ ഭരണത്തിൽ വോട്ട് ചോദിക്കുന്ന ഭാഷ മലയാളമാണെങ്കിൽ ഈ ഭരിക്കുന്ന ഭാഷയും, ജനങ്ങളെ ഭരിക്കുന്ന ഭാഷയും മലയാളമായിരിക്കണം. അതുകൊണ്ട് ഓഫീസുകളിലൊക്കെ ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരുടെ പൊതുഭാഷയിലായിരിക്കണം. മാതൃഭാഷ എന്ന് പറയുന്നത് വാസ്തവത്തില് അമ്മയുടെ ഭാഷയല്ല, മറിച്ച് സമൂഹത്തിന്റെ ഭാഷയാണ്. കാരണം മലയാളി ദമ്പതികള് അമേരിക്കയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അമേരിക്കയിലെ തെരുവിലും ചായക്കടകളിലും അവിടെയുള്ള പരിസരങ്ങളിലും സ്കൂളിലൊക്കെ സംസാരിക്കുന്ന ഭാഷയാണ് കുഞ്ഞിന്റെ മാതൃഭാഷ, അല്ലാതെ മലയാളമല്ല. അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമ്മുടെ ദേശത്തേക്ക് വന്ന് തൊഴിലെടുക്കുന്ന ആളുകൾ, ഒരു ആസാമി കുഞ്ഞ് അല്ലെ ഒരു ഗുജറാത്തിൽ വന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കുഞ്ഞ് ഇവിടെയാണ് പഠിക്കുന്നെങ്കിൽ, ഈ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ, നമ്മുടെ ദേശത്താണ് പഠിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാഷ ബംഗാളിയോ ആസാമീസോ ഹിന്ദിയോ അല്ല, മറിച്ച് മലയാളമാണ് ആ കുഞ്ഞിന്റെ മാതൃഭാഷ. അപ്പൊ ജന്മസിദ്ധമല്ല, മറിച്ച് സമൂഹസിദ്ധമാണ് മാതൃഭാഷ എന്നുള്ള ഒരു സങ്കല്പം വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. മാധവിക്കുട്ടി എന്ന് പറയുന്ന വലിയ എഴുത്തുകാരി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ 3 ഭാഷ സംസാരിക്കും, 2 ഭാഷയിൽ ഞാൻ എഴുതും, 1 ഭാഷയിൽ സ്വപ്നം കാണും. ഞാൻ സ്വപ്നം കാണുന്ന എന്റെ ഭാഷയാണ് എന്റെ മാതൃഭാഷ. അതാണ്. 3 ഭാഷയിൽ സംസാരിക്കും, 2 ഭാഷയിൽ എഴുതും, ഇംഗ്ലീഷും മലയാളത്തിലും അവർ എഴുതും. പക്ഷേ അവർ സ്വപ്നം കാണുന്ന ഭാഷ മാതൃഭാഷയാണ്, മലയാളമാണ് എന്നതാണ്. ഇതാണ് മാതൃഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൃഢമായിട്ട് ഒരു ബന്ധം എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസം, ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട് നമ്മുടെ ദേശത്ത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന അങ്ങനെ ഒരു രീതി തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ്മ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിലും കുറച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. മറിച്ച് ലോകത്ത് ഒരിടത്തും എന്താണ്, വലിയ രാഷ്ട്രങ്ങളായിക്കോട്ടെ ചെറിയ രാഷ്ട്രങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതൃഭാഷയിലാണ്. ഇപ്പൊ ഐസ്ലാൻഡിക് ഭാഷ 3 ലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. മലയാളികൾ 3.5 കോടി ഉണ്ട്. 3 ലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഐസ്ലാൻഡിക് ഭാഷയിൽ അവരുടെ MBBS അടക്കം, അവരുടെ എഞ്ചിനീയറിംഗ് അടക്കം, അവരുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ PhD അടക്കം അവര് മാതൃഭാഷയിൽ മാത്രമേ അവർ കൈകാര്യം. 3 ലക്ഷം ജനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. 10 ലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന എസ്തോണിയ ഭാഷ, അവിടെ എല്ലാ വ്യവഹാരങ്ങളും, ഉന്നത വിദ്യാഭ്യാസ വ്യവഹാരങ്ങളും മാതൃഭാഷയിലാണ്. 25 ലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ധാര ഭാഷ, 25 ലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന മംഗോളിയ ഭാഷ, ഇവിടെയൊക്കെ എന്താണ്, എല്ലാ ഉന്നത വിദ്യാഭ്യാസവും മാതൃഭാഷയിലാണ്. അങ്ങനെ പോയി കേരളത്തിനേക്കാൾ ജനസംഖ്യ കുറഞ്ഞ 60 രാഷ്ട്രങ്ങളിൽ, ലോകത്തിലെ 60 രാഷ്ട്രങ്ങളിൽ മാതൃഭാഷയിലാണ് വിദ്യാഭ്യാസം നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. സേതുരാമന്റെ മലയാളത്തിന്റെ ഭാവി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പറയുന്ന വിവരങ്ങളെല്ലാം അദ്ദേഹം സുന്ദരമായിട്ട് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കേരളത്തിനേക്കാൾ ജനസംഖ്യ കൂടിയ ലോകത്തിലെ, അല്ലെ ഇന്ത്യയെക്കാൾ ജനസംഖ്യ കൂടിയ ചൈന, അല്ലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന പല ഭാഷകളും. റഷ്യയിൽ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞത്, റഷ്യക്ക് ഇത്രയും വലിയ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഇംഗ്ലീഷിന്റെ സഹായമില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ
മാതൃഭാഷ കൊണ്ട് തന്നെ ഇംഗ്ലീഷിന് സഹായമില്ലാതെ നമുക്കും എന്താണ് ഇത്രയും വലിയ പുരോഗതിയിലേക്ക് വരണമെന്നാണ് ഗാന്ധിജിയുടെ ആഗ്രഹം. അപ്പൊ ഗാന്ധിജി പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാതൃഭാഷയിലായിരിക്കണം ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, മാതൃഭാഷയിലായിരിക്കണം ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അമ്മയുടെ മുലപ്പാല് പോലെ തന്നെ ആരോഗ്യത്തിന്, മാനസികമായ ആരോഗ്യത്തിന് വളരെ നമ്മുടെ മാതൃഭാഷ എന്ന് ഗാന്ധിജി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് അതുപോലെ ലെനിൻ, റഷ്യയിലെ ലെനിൻ മാതൃഭാഷയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ആളുകൾ മുഴുവൻ ഇപ്പൊ വലിയ വലിയ സയന്റിസ്റ്റുകൾ, 52 സയന്റിസ്റ്റുകളുടെ വാക്കുകൾ എന്റെ അടുത്തുണ്ട്. മാതൃഭാഷ എങ്ങനെയാണ് തങ്ങളുടെ സയൻസിന്റെ വളർച്ചയെ പൂരിപ്പിച്ചതെന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഐൻസ്റ്റീൻ പറയുന്നത് ഹീബ്രു ഭാഷയും ഹീബ്രു സാഹിത്യവുമാണ് എന്റെ സയൻസിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതേ ഹീബ്രു ഭാഷാ സർവകലാശാല സ്ഥാപിച്ചത് ഐൻസ്റ്റീനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം നേടിയ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പണത്തിൽ നിന്ന് ഇത്ര ശതമാനം, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് ഇത്ര ശതമാനം എടുത്തിട്ടാണ് അദ്ദേഹം ഹീബ്രു ഭാഷാ സർവകലാശാല സ്ഥാപിച്ചത്. അതൊരു ഭാഷാ പണ്ഡിതനല്ല, അതൊരു ചരിത്ര പണ്ഡിതനല്ല, മറിച്ച് ഒരു സയന്റിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ APJ അബ്ദുൽ കലാം വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രാമേശ്വരത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ലൈബ്രറിയും അവിടുത്തെ ചെറിയ സ്കൂളും തമിഴ് ഭാഷയും തിരുവള്ളൂരുടെ തിരുക്കുറലുമാണ് ഞാനെന്ന ആണവശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ചത്, അല്ലാതെ E=mc² അല്ല, സയൻസ് അല്ല. രാമേശ്വരത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ലൈബ്രറി, പോലെ പുസ്തകങ്ങൾ വായിക്കാനുണ്ട്, തമിഴ് ഭാഷ സ്വന്തം മാതൃഭാഷ, പിന്നെ തിരുവള്ളൂരുടെ തിരുക്കുറൽ, അന്നേരവും ഭാഷ വരുന്നുണ്ട്, അന്നേരം പുസ്തകം വരുന്നുണ്ട്, പിന്നെ പൊതുവിദ്യാലയം, തന്റെ നാട്ടിലെ ചെറിയ സ്കൂള്. അപ്പൊ ഇങ്ങനെ മാതൃഭാഷയാണ് തങ്ങളെ വളർത്തി. ECG സുദർശൻ, നിങ്ങൾ ആലോചിച്ച മലയാളിയുടെ അഭിമാനമായിരിക്കുന്ന സുദർശൻ ജോർജ് സുദർശൻ എന്നറിയപ്പെടുന്ന ECG സുദർശൻ 9 തവണ നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട വലിയ സയന്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച മലയാളം മുൻഷി, ആ മലയാളം മുൻഷി പഠിപ്പിച്ചു തന്ന പദാർത്ഥം, പദച്ഛേദം, പര്യായങ്ങള്, ഒരു പദത്തിന് തന്നെ അനേകം അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മനോഹരമായ ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളാണ് പിൽക്കാലത്ത് തന്റെ ടാക്യോണുകളെ കുറിച്ചുള്ള പഠനത്തിന്, തന്റെ സയൻസിന്റെ കണ്ടെത്തലുകൾ, തന്റെ ഫിസിക്സിന്റെ കണ്ടെത്തലുകൾക്ക് ആധാരമായി നിൽക്കുന്നത് കുട്ടിക്കാലത്ത് പഠിച്ച മലയാളത്തിന്റെ ക്ലാസ്സുകളായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് +2 വിദ്യാർത്ഥികളുടെ രണ്ടാം വർഷത്തെ പാഠപുസ്തകത്തിന്റെ ഒരു യൂണിറ്റിന്റെ ആമുഖത്തിൽ ECG സുദർശന്റെ ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ചേർത്തിട്ടുണ്ട്. മലയാളം മുൻഷി സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വേഷം ലളിതമാണ്. അദ്ദേഹം വളരെ ലളിതമായ ജീവിതവും ലളിതമായിട്ടുള്ള സംസാരമാണ്. പക്ഷെ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അനന്തമായ ഒരു പദത്തിന്റെയും ഭാഷയുടെയും ചിന്തയുടെയും ഭാവനയുടെയും സങ്കല്പത്തിന്റെയും അപാരമായ ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്ന് ECG സുദർശൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ലോകത്തിലെ സയന്റിസ്റ്റുകളൊക്കെ എന്താണ്, വിദ്യാഭ്യാസത്തിൽ തങ്ങളുടെ മാതൃഭാഷ എത്രത്തോളം തങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 3.5 കോടി ജനങ്ങളുടെ ഭാഷ, ഈ ഭാഷയിൽ ലോകത്ത് ഞാൻ പറഞ്ഞു ചെറിയ ഭാഷയായിക്കോട്ടെ വലിയ ഭാഷയായിക്കോട്ടെ അതിലൊക്കെ MBBS ഉണ്ട്, അതിലൊക്കെ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം നിർവഹിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം എന്താണ് മാതൃഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടി, കാരണം ഓരോ ദിവസവും ഓരോ ഭാഷ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പദങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് ഭാഷാധിനമായി ഇംഗ്ലീഷിന്, വാസ്തവത്തിൽ ഇംഗ്ലീഷ് നമ്മുടെ ശത്രുവല്ല, സഹോദര ഭാഷയാണ്, ആധിപത്യ ഭാഷയല്ല. ആധിപത്യം ചെലുത്താൻ നമ്മൾ സമ്മതിക്കരുത്, മറിച്ച് എന്താ വെച്ചാൽ നമ്മുടെ സഹോദര ഭാഷയാണ്. ഹിന്ദി പോലെ, തമിഴ് പോലെ, ബംഗാളി പോലെ, കന്നഡ പോലെ, ഫ്രഞ്ച് പോലെ, ചൈനീസ് പോലെ നമ്മുടെ സഹോദര ഭാഷയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും എന്നതുപോലെ തന്നെ ഇംഗ്ലീഷും. അതിനെ വെറുക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്താന്ന് വെച്ചാൽ അൻ ഇന്നവിറ്റബിൾ എനിമി എന്നാണ്. അനിവാര്യമായ ഒരു ശത്രുവാണത്, നമുക്ക് അനിവാര്യമാണ്. കാരണം ഒരു ബന്ധഭാഷയാണ്. സൗത്ത് ഇന്ത്യയിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ കന്നഡത്തില്, തമിഴില്, അപ്പൊ അവിടെ എന്താണ് നമ്മുടെ ബന്ധഭാഷയെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. കാരണം ഏത് ഭാഷയും നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷെ ആദ്യത്തെ അമ്മ വേണോ മദാമ്മ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അമ്മ വേണമെന്നാണ് ലോകത്തുള്ള എല്ലാ ആളുകളും, അമ്മയാണ് പ്രധാനമെന്നാണ് ലോകത്തുള്ള എല്ലാ ആളുകളും പറയുക. പക്ഷെ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ചർച്ച ചെയ്യണം, അത് സെമിനാർ നടത്തണം, അത് ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കവിതയുണ്ടല്ലോ, ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുര നടയിൽ ഇറങ്ങും, ഗോമതി അമ്മയെ തള്ളും,
ഭാര്യാസമേതനായി മടങ്ങും. അതാണ്. അമ്മമാര് 150, 250 അമ്മമാരുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. ശ്രീകൃഷ്ണനെ കാണാൻ വന്നതല്ല, ആരാധിക്കാൻ വന്നതല്ല. മഹാമാന്യന്മാരായ മലയാളികൾ സ്വന്തം അമ്മമാരെ, അച്ഛന്മാരെ ഒക്കെ എന്താണ് ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ എന്താണ് നടതള്ളുന്ന ഒരു കാഴ്ച. അത് ഭാഷയുടെ നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതൃഭാഷ പോകുമ്പോൾ ഒരു ഭാഷയല്ല പോകുന്നത്, മറിച്ച് എന്താണ്, ഒരു സംസ്കാരമാണ്, ഒരു ജീവിതമാണ്, ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു ചരിത്രമാണ്. നമ്മൾ ഇത്രയും കാലം കൊണ്ടുവച്ചിരിക്കുന്ന ഈടുവെപ്പുകൾ മുഴുവനുമാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ട. അത് നമ്മുടെ മാതൃഭാഷ ഇല്ലെങ്കിൽ, മാതൃഭാഷയിൽ വളരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യബോധത്തിന് പരിക്കേൽക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഞാൻ ആകെ പറയുന്ന ഒരു ആശയം ഇതാണ്, നമ്മുടെ സൗന്ദര്യബോധത്തിന് പരിക്കേൽക്കും. എന്താണ് സൗന്ദര്യബോധം? സമൂഹത്തിന്റെ വികസന പ്രക്രിയയിൽ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നതെന്തോ അതാണ് സൗന്ദര്യബോധം. നല്ല സൗന്ദര്യബോധമുള്ള ഒരു കർഷകൻ നാട്ടിലുണ്ടാവുമ്പോൾ നല്ല കൃഷി നാട്ടിലുണ്ടാവും. നല്ല സൗന്ദര്യബോധമുള്ള ഡോക്ടർ നാട്ടിലുണ്ടാകുന്ന സമയത്ത് നല്ല ചികിത്സ നാട്ടിൽ കിട്ടും. നല്ല സൗന്ദര്യബോധമുള്ള എഞ്ചിനീയറിങ്ങൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് പരിസ്ഥിതി സൗഹാർദ്ദമുള്ള നല്ല ഗംഭീരമായ കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതുപോലെ നമ്മുടെ നല്ല സൗന്ദര്യബോധമുള്ള യുവാക്കൾ, സൗന്ദര്യബോധമുള്ള യുവതികൾ, സൗന്ദര്യബോധമുള്ള തൊഴിലാളികൾ, സൗന്ദര്യബോധമുള്ള ജനങ്ങൾ, ഇതാണ് ഒരു നാടിന്റെ വികസനത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സൗന്ദര്യബോധ പ്രക്രിയ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിർവചനം ചിലപ്പോൾ മനസ്സിലായി വരും. സമൂഹത്തിന്റെ വികസന പ്രക്രിയയിൽ എന്താണോ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് അതിനാണ് സൗന്ദര്യബോധം എന്ന് പറയാം. അത് നിർമ്മിക്കുന്നത് നമ്മുടെ മാതൃഭാഷ സാഹിത്യത്തിലൂടെയും മാതൃഭാഷയിലൂടെയും ആണ് എന്നതിന് യാതൊരു സംശയമില്ല. സാഹിത്യത്തിനെ കുറിച്ച് ഇപ്പോ ഈ സൗന്ദര്യബോധത്തെ വിശദീകരിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു വേദിയിലേക്ക് ഇങ്ങനെ ഓടിക്കയറുമ്പോൾ ഒന്നാമത്തെ നിരയിൽ പ്രധാനമന്ത്രിക്ക് വലിയ കസേര ഇട്ടിരിക്കുന്നു. അദ്ദേഹം ആ കസേരയിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന വലിയ കസേരയിൽ ഇരിക്കാൻ നോക്കുന്ന സമയത്ത് മൂന്നാമത്തെ നിരയിൽ അവസാനത്തെ കസേരയിൽ ഒരു സ്ത്രീ കൂനിക്കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കണ്ടതും ജവഹർലാൽ നെഹ്റു അവരെ തിരിച്ചറിഞ്ഞ് നേരെ ഓടിപ്പോയി അവരെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന് ഈ കസേരയിൽ പ്രധാനമന്ത്രിക്ക് ഇരിക്കാനുള്ള വലിയ അധികാര കസേരയിൽ ഇരുത്താൻ നോക്കി. ആ സ്ത്രീ പേടിച്ചിരിക്കുന്നില്ല. ആ സമയത്താണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവരോട് പറഞ്ഞത്, ഞാൻ വെറും ഒരു പ്രധാനമന്ത്രിയാണ്, അങ്ങ് മഹാഗായികയാണ് MS സുബലക്ഷ്മി. ഞാനല്ല ഇവിടെ ഇരിക്കേണ്ടത്, കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല ഇവിടെ ഇരിക്കേണ്ടത്, മറിച്ച് ഇന്ത്യ കാലത്തുണ്ടോ അക്കാലം മുഴുവനും ജ്വലിച്ചു വരേണ്ട ശബ്ദമാണ് അങ്ങയുടെ ശബ്ദം, ഇന്ത്യയുടെ പ്രതീകമായ ശബ്ദമാണ്. അപ്പോ അങ്ങാണ് ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്താൻ, ഒരു കലാകാരിയെ പിടിച്ചിരുത്താൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയക്കാരന്റെ മനസ്സിനെയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സിനെയാണ് നമ്മൾ സൗന്ദര്യബോധമുള്ള മനസ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് വില കൊടുത്താൽ കിട്ടില്ല. അത്തരം സൗന്ദര്യബോധമുള്ള, അത്തരം സഹഭാവമുള്ള, അത്തരം കാരുണ്യമുള്ള, അത്തരത്തിൽ എന്താണ് വലിയ നിലപാടുള്ള മനുഷ്യരെ സൃഷ്ടിക്കലാണ് വാസ്തവത്തില് മാതൃഭാഷയുടെ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മാതൃഭാഷയിലെ സാഹിത്യം വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയുടെ പ്രപഞ്ചം, ഇപ്പൊ വായനയെക്കുറിച്ച് പറയുന്ന മഹത്തായ ഒരു ആശയം അത് കാലില്ലാത്ത ലോകസഞ്ചാരമാണ് എന്നാണ്. കാലില്ലാത്ത ലോകസഞ്ചാരമാണ്. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, വലിയ പൈസയൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ഇപ്പോ പുതിയ കാലഘട്ടത്തില് COVID-19 നമ്മളോട് ലോക്ക്ഡൌൺ പറഞ്ഞു. അത് ലോകത്തിന് പരിചയപ്പെടുത്തിയ വാക്ക് ലോക്ക്ഡൌൺ എന്നാണ്. നിങ്ങൾ അടച്ചിട്ടിരിക്കുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. അപ്പൊ അതിനെ നമ്മൾ മറികടന്നത്, ഈ ആപത്തിനെ നമ്മൾ മറികടന്നത് അവസരമാക്കിക്കൊണ്ടാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെയും വാട്സപ്പ്, ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എല്ലാ സംവിധാനം ഉപയോഗിച്ച് മറ്റു മനുഷ്യരുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചു. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തിരിക്കുന്ന നിങ്ങൾ, കോഴിക്കോടിരിക്കുന്ന ഞാൻ, നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഈ ശാസ്ത്ര സാങ്കേതിക കൊണ്ട് കാലില്ലാത്ത ലോക സഞ്ചാരമാണ്. ഇപ്പൊ പുസ്തകത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ആത്മകഥ നമ്മൾ വായിക്കുന്നു. അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് വായിക്കുമ്പോൾ, ലോക്ക്ഡൌൺ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പാടില്ല, വായിക്കുമ്പോൾ നമ്മൾ അമേരിക്ക സ്പർശിക്കുന്നു. അമേരിക്കയിലെ ചരിത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ, അമേരിക്കയുടെ തെരുവുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. പേളസ് ബക്കിന്റെ നല്ല ഭൂമി നമ്മൾ വായിക്കുന്നു. ആ സമയത്ത് നമ്മൾ ചൈനയിലാണ് ഉള്ളത്. മാക്സിം ഗോർക്കിയുടെ അമ്മ നമ്മൾ വായിക്കുന്നു, മഹത്തായ കൃതിയാണത്, അമ്മ വായിക്കുന്നു. ആ സമയത്ത് നമ്മൾ റഷ്യയിലുള്ളത്. മനോഹരമായി വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ബംഗാളി നോവൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ആ സമയത്ത് ബംഗാളിലാണ്. ബംഗാളിന്റെ ചരിത്രത്തിലൂടെയും ബംഗാളിന്റെ ജീവിതത്തിലൂടെയും ജീവിത സന്ധികളിലൂടെ മനുഷ്യാനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകുന്നു. നമ്മൾ ചെമ്മീൻ വായിക്കുമ്പോൾ ആലപ്പുഴ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ്. നമ്മൾ വത്സൽ ടീച്ചറുടെ നെല്ല് വായിക്കുമ്പോൾ വയനാട്ടിലെ ആദിവാസികൾക്കൊപ്പമാണ്. നാരായണന്റെ കൊച്ചരീത്തി നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇടുക്കിയിലെ ആദിവാസികളോടൊപ്പമാണ് നമ്മൾ
ഭാവനയിലൂടെ, ചിന്തയിലൂടെ, സങ്കല്പങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ കാലില്ലാത്ത ലോക സഞ്ചാരത്തിന് നമ്മൾ തയ്യാറാവുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വിശാലമാകുന്നു, നമ്മുടെ ചിന്തകൾ ഉന്നതമായി തീരുന്നു. അങ്ങനെ നമ്മെ പുതുക്കിപ്പണി, നമ്മളെ പര്യാപ്തമാക്കുന്ന, നമ്മെ നാമാക്കി മാറ്റുന്ന, ചെറിയ പരിസരത്തിൽ ജീവിക്കുന്ന നമ്മളെ വലിയ വ്യാപ്തിയുള്ള മനുഷ്യരാക്കി പച്ചയിലേക്കും പടർപ്പിലേക്കും സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നിനെയാണ് ഈ മാതൃഭാഷാ സാഹിത്യം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരോഗ്യ നികേതനം, നമ്മൾ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം നമ്മൾ വായിക്കണം എന്ന് പറഞ്ഞത്. അതിലെ ജീവൻ മഷായി എന്ന് പറയുന്ന കഥാപാത്രം വലിയ ഡോക്ടർ, വലിയ വൈദ്യൻ. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഭൂമിയുടെ അവകാശികൾ പോലുള്ള പാരിസ്ഥിതിക വിവേകം നിറഞ്ഞ ഒന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നത് ഈ സൗന്ദര്യബോധത്തിന്റെ നിർമ്മിതിയാണ്. അതാണ്. അപ്പൊ നമ്മുടെ മാതൃഭാഷയിലെ സാഹിത്യങ്ങളും മാതൃഭാഷ തന്നെയും നമ്മെ പുതുക്കിപ്പടി, അങ്ങനെ വലിയ ഇതാണ്. കാരണം നമ്മുടെ സ്കൂളുകളില് മലയാളം എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, മറിച്ച് എന്താണ്, അത് പഠിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. 100 മാർക്കിന്റെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ 200 മാർക്കിന്റെ വിഷയമാണ്. അതിലപ്പുറത്ത് എല്ലാ വിഷയത്തെയും പര്യാപ്തമാക്കുന്നത് മാതൃഭാഷയാണെന്നതാണ്. കാരണം മാതൃഭാഷയിലെ വലിയ അറിവും വലിയ സമ്പന്നതയുമാണ് നമുക്ക് സയൻസിലേക്കും, സയൻസിന്റെ ഓർഗാനിക് വളരെ ജൈവികമായ സയൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ മാതൃഭാഷയിലെ പഠനം, യാതൊരു സംശയമില്ലാതെ. അതുകൊണ്ട് ഞാൻ ആകെ എൻ്റെ സംസാരത്തിലെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ മാതൃഭാഷയിലെ ഭാഷയും ഭാഷണവും കവിതയും എന്നാണ്. അപ്പൊ കവിതയും ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ള ആശയങ്ങൾ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൽ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് ഒരു കോട്ടിംഗ്സൺ രൂപത്തിൽ ഇപ്രകാരമാണ്: ലിറ്ററേച്ചർ ടേക്സ് us away from our common reality and bring back enriched with new sensibility. ലിറ്ററേച്ചർ ടേക്സ് us away from our day-to-day reality. നമ്മുടെ സാധാരണ യാഥാർത്ഥ്യത്തിൽ നിന്ന്, നമ്മുടെ നിത്യ യാഥാർത്ഥ്യത്തിൽ നിന്ന് ലിറ്ററേച്ചർ, ഒരു കഥ, ഒരു കവിത, ഒരു നോവൽ ഒരൊറ്റ കൊണ്ടുപോക്കാണ് നമ്മളെ. കുറച്ച് കഴിഞ്ഞിട്ട് ബ്രിങ് ബാക്ക്, തിരിച്ചു കൊണ്ടുവരും. എങ്ങനാ? എൻറിച്ച്ഡ് വിത്ത് ന്യൂ സെൻസിബിലിറ്റി, പുതിയ ഉണർവായി, പുതിയ ഉദയമായി, പുതിയ തെളിച്ചമായി, പുതിയ തീർച്ചയായി നമ്മെ പുതുക്കി പണിയുന്നതിനാണ് സാഹിത്യം എന്ന് പറയുന്നത്. നീഷെ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ രക്തം കൊണ്ട് എഴുതിയ വാക്കുകളല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്നതാണ്. അപ്പൊ അനുഭവത്തിന്റെ തീച്ചൂളയിൽ, അനുഭവത്തിന്റെ വലിയ ലോകങ്ങൾ, ആകാശങ്ങൾ, ഭൂമി ഒക്കെ ആവിഷ്കരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മെ അത് പുതുക്കിപ്പണിയാണ്, നമ്മെ മാറ്റിത്തീർക്കുകയാണ്, വായനക്കാരെ മാറ്റിത്തീർക്കുകയാണ്. അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ കുറച്ച് കവിതകൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു, മാതൃഭാഷയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാറിന്റെ ഭാഗമായി, ഒരു സംസാരത്തിന്റെ ഭാഗമായി. കാരണം ഈ സാഹിത്യങ്ങളൊക്കെ നമ്മെ എങ്ങനെയാണ് നമ്മെ പുതുക്കിപ്പണിയുന്നത്, നമ്മളെ മാറ്റി തീർക്കുന്നതെന്ന് വിശദീകരിക്കാൻ അത് പര്യാപ്തമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കവിത എന്ന് പറയുന്നത് നീ മരിച്ചാൽ. ഈ കവിത സ്നേഹബന്ധത്തെ കുറിച്ചുള്ള ഒരു കവിതയാകുമ്പോൾ തന്നെ കൊറോണ അനന്തരത്തിൽ ഇതിന് പുതിയ അർത്ഥം വന്നു എന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞൊരു കവിതയാണിത്. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കൊന്ന് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇതാണ് ഇങ്ങനെ അഗാധമായൊരു ബന്ധം. പക്ഷെ ഈ കവിത എന്റെ നാട്ടിൽ ഒരാൾ വായിച്ചത് വേറൊരു രീതിയിലാണ്. അദ്ദേഹത്തിന് മരിച്ച വീട്ടിൽ പോകാൻ പേടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ച മുഖം കാണുന്നത് അസ്വസ്ഥയുള്ള ആൾ പറഞ്ഞത് ഈ അവസാനത്തെ വരി അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം മരിച്ച വീട്ടിൽ പോയാൽ ആ മരണപ്പെട്ട ആളെ കാണുന്നില്ല. എന്നിട്ട് ആ കവിതയിലെ വരിയിൽ ആളുടെ പേര് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം ബാബു ഏട്ടാ, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം രമേശ് ഏട്ടാ, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ കവിതയല്ല അത്, മറിച്ച് അഗാധമായ ബന്ധം. മരിച്ച വീട്ടിൽ പോയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞില്ലെങ്കിലും ഇദ്ദേഹം മരിക്കുന്നിടത്തോളം കാലം മറ്റേ മനുഷ്യൻ, മരിച്ചുപോയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അഗാധതയാണ്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറയുന്ന മറ്റൊരു കവിത, 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീയെത്തും ഞാൻ മരിച്ചെടുക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീയെത്തും എപ്പോ, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. ഇതാണ്. ഇതെല്ലാവരും 4-5 വരിയ കവിതയിലുള്ളൂ, പക്ഷെ എല്ലാവരും മരിച്ച വീട്ടിൽ നിന്ന് ആലോചിച്ചതാണ്. ഈ പട്ടുവസ്ത്രങ്ങൾ, ഈ റീത്ത്, ആയിരക്കണക്കിന് പൂക്കൾ ഒക്കെ ഇപ്പൊ സമർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിനോട് നല്ലൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നെങ്കിൽ,
അദ്ദേഹത്തിന് ഒരു പുഞ്ചിരി കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നത് ഇങ്ങനെ ഏതാനും വരികളിലൂടെ ആവിഷ്കരിക്കണം. അതുപോലെ ചെരുപ്പ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ചെരുപ്പ് നമുക്കറിയാം, കല്ലിൽ മുള്ളിലൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തി എത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ചെരുപ്പ് പുറത്തും നമ്മളകത്തും. ഇപ്പൊ ചെരുപ്പ് പറയാണ്, ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താകുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് ദയവ് ചെയ്ത് പുറത്തു വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് ദയവ് ചെയ്ത് പുറത്തു വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഈ ചെരുപ്പിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. മാറ്റി നിർത്തപ്പെട്ട, അപരവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, ചവിട്ടി അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവികളുടെയും അനുഭവമായി ഈ ചെരുപ്പ് മാറിത്തീരുകയാണ്. പുഴു എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, പി സുരേന്ദ്രന്റെ ഒരു കവിതയാണ്, കഥാകൃത്തായ പി സുരേന്ദ്രന്റെ ഒരു കവിതയാണ്. കാരണം പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ അവാർഡ് കൊടുക്കാൻ, അംഗീകരിക്കാൻ, പൊന്നാട ചാർത്താൻ, അതേ സ്വീകരണം കൊടുക്കാൻ ഒന്നും നമുക്ക് തോന്നൂല, ചവിട്ടി അരയ്ക്കാനെന്ന് തോന്നുക. ആ യാഥാർത്ഥ്യം പുഴുവിനറിയാം, പുതിയ കാലത്തെ പുഴുവിനറിയാം. അപ്പൊ പുഴു അറിയാം, ഞാനിങ്ങനെ അരിച്ചരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും വെറുപ്പും മറപ്പും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇതാണ്. അങ്ങനെ ചിത്രശലഭമായി തിരിച്ചു വന്ന ആളുകളുടെ പ്രത്യാശാഭരിതമായ ജീവിതത്തില് പ്രത്യാശ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട. ഇന്ന് പുഴുക്കളായിക്കോട്ടെ, നാളെ നമ്മൾ ചിത്രശലഭമായി തിരിച്ചു വരും എന്ന് പറഞ്ഞ വലിയൊരു ആകാശം. ഇപ്പൊ അമൃത പ്രീതം, വലിയ നോവലിസ്റ്റ്, അമൃത പ്രീതത്തിന്റെ നോവലിൽ ഒരു വരിയുണ്ട്, കവിത പോലെ മനോഹരമായ ഒരു വരിയുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തുണ്ട് ചന്ദ്രനും ഒരു പിടി നക്ഷത്രങ്ങളുമാണല്ലോ ഒരു ആകാശത്തെ പ്രത്യാശാഭരിതമാക്കുന്ന, വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്നത് എന്നൊരു വരി അല്ലെന്ന്. ഇത് വായിച്ച് പഞ്ചാബിലെ തേജസ്വി എന്ന് പറഞ്ഞ മറ്റൊരു എഴുത്തുകാരൻ ഇത് വായിച്ചിട്ട് അമൃത പ്രീതത്തിനെ വിളിക്കുന്നു, അമൃത, ഈ ഒരൊറ്റ വരിയോടുകൂടി നീ ഇന്ത്യയുടെ ആകാശം മുഴുവൻ, സാഹിത്യാകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. അത്രമേൽ പ്രതീക്ഷാ നിർഭരമായ വരിയാണ് ഒരു തുണ്ട് ചന്ദ്രനും ഒരു മുറി ചന്ദ്രനും ഒരു പിടി നക്ഷത്രങ്ങളുമാണല്ലോ ഒരാകാശത്തെ പ്രത്യാശാഭരിതമാക്കുന്നത്. ഞാൻ ഈ പുഴുവിന്റെ കവിതയിൽ പറഞ്ഞ സമയത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പുഴുക്കളാവുന്ന ആളുകളൊക്കെയാണ് നാളെ വലിയ പദവി കൊണ്ട്, വലിയ പ്രതാപം കൊണ്ട്, വലിയ വലിയ ലോകങ്ങൾ കീഴടക്കി തിരിച്ചു വന്നത്. തോമസ് ആൽവ എഡിസന്റെ കഥ നിങ്ങൾക്കറിയാം, വിൽമാർ റുഡോൾഫിന്റെ കഥ നിങ്ങൾക്കറിയാം, ഹുസൈൻ ബോൾട്ടിന്റെ കഥ നിങ്ങൾക്കറിയാം. ഒരു കാലത്ത് ഇവരൊക്കെയും പുഴുക്കളായിരുന്നു എന്നുള്ള. വിൽമാർ റുഡോൾഫ് ജനിച്ച സമയത്ത് അവരുടെ പാദം ഭൂമിയിൽ ഡോക്ടർ വിധി എഴുതി, ഈ കുഞ്ഞിന്റെ പാദം ഭൂമിയിൽ സ്പർശിക്കില്ല, പോളിയോ ബാധിച്ചതാണ്, ഇത് നടക്കില്ല, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഒരു ഡോക്ടർ പരിചരിച്ചിട്ട് കാര്യമില്ല, ഈ കുഞ്ഞ് നടക്കില്ല. പക്ഷേ അവളും അവളുടെ അമ്മയും വിട്ടില്ല. അശാന്ത പരിശ്രമം കൊണ്ട്, നിങ്ങൾക്കറിയാം കഥ, കോരിത്തരിക്കുന്ന കഥയാണത്. അശാന്ത പരിശ്രമം കൊണ്ട് 8ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നു. എല്ലാ ചികിത്സയും കൊടുത്തിട്ട് എഴുന്നേറ്റ് നിന്നു. ആ കുഞ്ഞിന്റെ ആഗ്രഹം, ആ കുഞ്ഞിന്റെ പ്രതീക്ഷ, ആ കുഞ്ഞിന്റെ മോഹം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിലെ ഏറ്റവും സ്പീഡ് റണ്ണറാകുക, ഏറ്റവും വലിയ ഓട്ടക്കാരിയായി തീരുക എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. 12ാമത്തെ വയസ്സിൽ സ്കൂളിലെ സ്പീഡ് റണ്ണറായിട്ട് അവൾ മാറി. 1960 ഒളിമ്പിക്സിൽ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ സ്വന്തം രാജ്യത്തേക്ക് മെഡൽ കൊണ്ടുവന്നത് വിൽമാർ റുഡോൾഫ് ആയിരുന്നു എന്ന വലിയ യാഥാർത്ഥ്യം. അങ്ങനെ പ്രതീക്ഷാ നിർഭരമായ കവിതകളാണ് ഈ പറയുന്ന പുഴുവിനെ പോലുള്ള കവിതകൾ. അതുപോലെ തന്നെ ചെറിയ ചെറിയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കവിതകൾ. ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഇസ്തിരിപ്പെട്ടി, ജോയ് വടക്കമ്പാടന്റെ ഒരു കവിതയാണ്. നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീത്തുന്നതിലല്ല എനിക്ക് വിഷമം, നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എന്റെ ഉള്ളു പൊള്ളുന്നത്. അതാണ്. നിന്നെ വസ്ത്രത്തിനോട് പറയാണ്, നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീത്തുന്നതിലല്ല എനിക്ക് വിഷമം, നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എന്റെ ഉള്ളു പൊള്ളുന്നത്. എത്ര കവിതകൾ എഴുതണം, എത്ര സാഹിത്യം പറയണം, എത്ര പ്രഭാഷണം നടത്തണം, ഈ സമൂഹം നന്നാവണം എന്ന് നമ്മൾ ആലോചിക്കുന്നത് പോലെ എന്താണ് ഇസ്തിരിപ്പെട്ടി ആലോചിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ ആശയങ്ങൾ. ഇസ്തിരിപ്പെട്ടി പറ്റി മറ്റൊരു കവിത ഇങ്ങനെയാണ്, വേവലാദികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയെന്ന് നീ പഠിപ്പിക്കുന്നു. വേവലാദികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയെന്ന് നീ പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മായ്ക്കണമെങ്കിൽ, ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ എന്താണ്, ഉള്ളിൽ തീ ഉണ്ടാവണം, ഉള്ളിൽ അഗ്നി ഉണ്ടാവണം, ഉള്ളിൽ നിലപാടുണ്ടാവണം. ഈ നിലപാടാണ്, ഈ അഗ്നിയാണ്, ഈ സത്യസന്ധതയാണ്, ഈ ദയയും കാരുണ്യവുമാണ് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുഞ്ഞിന് ലഭ്യമാണ്.
അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൗന്ദര്യബോധത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. സൗന്ദര്യബോധം എന്ന് പറയുന്നത് സാമൂഹ്യ ബോധമാണ്, സാംസ്കാരിക ബോധമാണ്, ജീവിതബോധമാണ്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവാണ്. ഇപ്പൊ പാഠം 1 ചക്ക എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പാഠം 1 ചക്ക. പാഠം 1 ചക്ക. എന്താ പറയുക, നമ്മുടെ പൊങ്ങച്ചങ്ങളെ, നമ്മുടെ ജീവിത വിരുദ്ധതയെ കളിയാക്കുന്ന ഒരു കവിതയാണ് ഈ കവിത. കവിത ഇങ്ങനെയാണ്: ഓണപരീക്ഷയ്ക്ക് വലിയ പഴമേതെന്ന ചോദ്യത്തിന് ചക്കരമുത്ത് ചക്ക എന്നെഴുതി. ഓണപരീക്ഷയ്ക്ക് വലിയ പഴമേതെന്ന ചോദ്യത്തിന് ചക്കരമുത്ത് ചക്ക എന്നെഴുതി. കുടുംബ നിലവാരത്തിന് ചേരാത്തതിനാൽ മമ്മി തല്ലി ചേച്ചി പിച്ചി. ഉത്തരം ശരിയാണെങ്കിലും അതൊന്നും എഴുതാൻ പാടില്ല. കുടുംബ നിലവാരത്തിന് ചേരാത്തതിനാൽ മമ്മി തല്ലി ചേച്ചി പിച്ചി. കൊല്ലപ്പരീക്ഷയ്ക്ക് ആപ്പിൾ എന്ന് തിരുത്തി. അതേ ചോദ്യം വന്നപ്പോ അടികിട്ടെന്ന് പേടിച്ചിട്ട് ഈ കുഞ്ഞ് ഉത്തരം മാറ്റി, ആപ്പിൾ എന്ന് തിരുത്തി. 1 മാർക്കിന് A+ നഷ്ടമായ ചക്കരമുത്ത് അടുക്കള കിണറിന്റെ ആഴം കണ്ടു. 1 മാർക്കിന് A+ നഷ്ടമായ ചക്കരമുത്ത് അടുക്കള കിണറിന്റെ ആഴം കണ്ടു. മുറ്റത്തെ പൊട്ടൻപ്ലാവിനെ വട്ടം ചുറ്റി മമ്മിയും ചേച്ചിയും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. മുറ്റത്തെ പൊട്ടൻപ്ലാവിനെ വട്ടം ചുറ്റി മമ്മിയും ചേച്ചിയും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ചക്കയ്ക്ക് ആദ്യ ചുംബനം, ചക്കരമുത്തിനോ അന്ത്യ ചുംബനം. ചക്കയ്ക്ക് ആദ്യ ചുംബനം, ചക്കരമുത്തിനോ അന്ത്യ ചുംബനം. ഇത് ഈ കവിതയിലെ ആശയം ആർക്കും മനസ്സിലാവാതില്ല. നമ്മുടെ പൊങ്ങച്ചങ്ങളെയും നമുക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത അവസ്ഥയും നമ്മുടെ ഈ വലിയ വലിയ എന്താ പറയാ താല്പര്യങ്ങളെയും ഒക്കെ അതിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു കവിതയാണ്. ഐ എം എ കോംപ്ലാൻ ബോയ് എന്ന് പറയുമ്പോൾ കോംപ്ലാൻ വാങ്ങിത്തരാൻ, ബൂസ്റ്റ് വാങ്ങിത്തരാൻ, ഓർലിക്സ് വാങ്ങിത്തരാൻ വേണ്ടി 95% കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നുണ്ടാവാം വീട്ടിൽ നിന്ന് പരസ്യത്തിന്റെ മാന്ത്രികത കണ്ട്. പക്ഷെ 5% കുഞ്ഞുങ്ങൾ, 2% കുഞ്ഞുങ്ങൾ ഐ എം എ കോംപ്ലാൻ ബോയ് എന്ന് കേൾക്കുമ്പോൾ ഐ എം എ കഞ്ഞിവെള്ളച്ചക്കൻ എന്ന് തിരിച്ച് മനസ്സുകൊണ്ട് പറയും. കാരണം വീട്ടുഭക്ഷണമാണ്, നാട്ടുഭക്ഷണമാണ്, നമ്മുടെ ജീവിതമാണ് ശരി എന്ന് പറയുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ. അത്തരം കുഞ്ഞുങ്ങളുടെ സൃഷ്ടിയാണ്, അത്തരം കുഞ്ഞുങ്ങളുടെ വലിയ സാമൂഹിക, കാരണം മറ്റൊരു ഭാഷ വ്യക്തിയെ സൃഷ്ടിക്കുമ്പോൾ മാതൃഭാഷ സമൂഹത്തെ സൃഷ്ടിക്കുന്നു, സാമൂഹ്യ ബോധമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു, വലിയ തിരിച്ചറിവുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു, വലിയ ജീവകാരുണ്യ ബോധമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു. സമൂഹവും പ്രധാനമാണ്, അപരന്മാർ പ്രധാനമാണ്, മറ്റുള്ള മനുഷ്യന്മാർ പ്രധാനമാണ്. അക്കിത്തന്റെ കവിത നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ ചെയ്താവേ. 1 കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഉദിക്കാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. 1 പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഇതാണ് മറ്റ് മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള വലിയ മനോഭാവത്തിന്റെ പേരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ പശുവിന് പശുത്വം എന്നതുപോലെ മനുഷ്യന് മനുഷ്യത്വം എന്നത് പശുവിന് പശുത്വം എന്ന പോലെ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖമായി വരേണ്ട വലിയ ലോകം. ഈ ലോകത്തിന് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സാഹിത്യം വായിക്കുന്നതും സാഹിത്യം പഠിക്കുന്നതും സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു കവിത പഴങ്ങൾ എന്ന് പറയുന്നൊരു കവിത, കുഴൂർ വിൽസന്റെ കവിതയാണ്. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് കടയിൽ നിന്ന് 2 പഴം വാങ്ങി തന്നു. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് കടയിൽ നിന്ന് 2 പഴം വാങ്ങി തന്നു. പഴം വാങ്ങി തിന്നപ്പോഴാണ് ഈ പഴം കൃഷി ചെയ്ത കർഷകൻ ഇപ്പോൾ എന്തെടുക്കുകയാണോ ആവോ എന്നാലോചിച്ചത്. കർഷകനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് കർഷകനായ അപ്പനെ ഓർമ്മ വന്നത്. 2 പഴം വേണ്ടി വന്നു ഈ തെറിച്ച വിത്തിന് അതിന്റെ കൃഷിക്കാരനെ ഓർമ്മിക്കാൻ. 2 പഴം വേണ്ടി വന്നു ഈ തെറിച്ച വിത്തിന് അതിന്റെ കൃഷിക്കാരനെ ഓർമ്മിക്കാൻ. ആലോചിക്കുക, നമ്മുടെ പാരമ്പര്യ നഷ്ടത്തെ പറ്റിയുള്ള, നമ്മുടെ ചരിത്ര നഷ്ടത്തെ പറ്റി, നമ്മുടെ ഭാഷാ നഷ്ടത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ വേവലാതി പങ്കുവെക്കുന്ന ഒരു കവിതയാണ്. കാരണം ഈ കവിതയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക്, ഒരു ചെറുപ്പക്കാരന് വളരെ ചെറുപ്പത്തിൽ തന്നെ PSC കിട്ടുന്നതാണ്. നിങ്ങൾക്കറിയാം PSC കിട്ടുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. നമ്മളെ ജോലി കിട്ടലല്ല, ഇവിടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഇത് 35 വയസ്സിനുള്ളിൽ, 40 വയസ്സിനുള്ളിൽ ഇത് കിട്ടുക. പച്ചയും ചുവപ്പും മഞ്ഞയും ഗുളികയിൽ ജീവിക്കുകയാണ്. അപ്പോൾ എക്സസൈസിന്റെ ഭാഗമായി രാവിലെ നടക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ കടയിൽ നിന്ന് 2 പഴം വാങ്ങി തിന്നു. അപ്പൊ പഴം വാങ്ങി തിന്ന സമയത്ത് ഇദ്ദേഹം ആലോചിക്കുന്നു, ഇത് ഏതോ കർഷകൻ കൃഷി ചെയ്തായിരിക്കല്ലോ. കർഷകനെ കുറിച്ച് ആലോചിച്ചപ്പോൾ കർഷകനായ അപ്പനെ ഓർമ്മ വരുന്നു. 2 പഴം വേണ്ടി വന്നു ഈ തെറിച്ച വിത്തിന് അതിന്റെ കൃഷിക്കാരനെ ഓർമ്മിക്കാൻ എന്ന കുഴൂർ വിൽസന്റെ കവിത. അതുപോലെ തന്നെ ജോയ് വടക്കുമാറിന്റെ മറ്റൊരു കവിതയുണ്ട്, 1 ചോദ്യം 6 ഉത്തരം. ഇപ്പൊ നമ്മുടെ സാഹിത്യത്തെ സംബന്ധിച്ച് സയൻസിന് ഒരു പക്ഷേ ഒരു ചോദ്യത്തിന് 1 ഉത്തരം ഉണ്ടാകും. സയൻസിൽ തന്നെ ഒരുപാട് ഉത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും സയൻസ് എംപിരിക്കൽ ആയതുകൊണ്ട് പരീക്ഷ നിരീക്ഷണങ്ങളോ ഒറ്റ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി കൃത്യതയുള്ള ഒരു വിഷയമായതുകൊണ്ട് ആണ് സയൻസിനെ നമ്മൾ. പക്ഷെ ഭാഷയിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബഷീർ 1 കൂട്ടിയാലും 2 എന്നല്ല, കുറച്ചുകൂടി വലിയ 1, ഇമ്മിണി വലിയ 1 എന്ന് പറയുന്നത്. ഇത് വിശദീകരിക്കുന്ന ഒരു കവിതയുണ്ട്.
അത് വീരാൻകുട്ടി മാഷ്, മലയാളത്തിലെ വലിയ കവിയായ വീരാൻകുട്ടി മാഷ് ഒരു കവിതയിൽ ആവിഷ്കരിച്ച ഒരു അനുഭവമുണ്ട്. ചെറിയ ക്ലാസ്സിൽ ടീച്ചർ വന്ന് കുട്ടികളോട് ചോദിച്ചു, മക്കളെ പൂമ്പാറ്റയ്ക്ക് എന്താ 2 പേര്? പൂമ്പാറ്റയ്ക്ക് 2 പേര്, ചിത്രശലഭെന്നുണ്ട്, പൂമ്പാറ്റ എന്നുണ്ട്. അപ്പൊ ഒരു മിടുക്കിയായ കുഞ്ഞ് പറഞ്ഞു, ടീച്ചർ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ അവളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു ഉത്തരം, ടീച്ചർ അതിൽ പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും, ചിത്രശലഭം എന്നത് അതിന്റെ സ്കൂളിലെ ഔദ്യോഗികമായ പേരായിരിക്കും എന്നാണ് പറഞ്ഞത്. പൂമ്പാറ്റ എന്നത് അതിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരും, ചിത്രശലഭം എന്നത് അതിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് 2 പേരുണ്ടാവില്ല, വീട്ടിലൊരു പേര്, സ്കൂളിൽ വേറൊരു, രജിസ്റ്ററിൽ വേറൊരു പേര്. ടീച്ചർ ഈ ഉത്തരം കേൾക്കെ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. കാരണം ടീച്ചർക്ക് ഈ ഉത്തരം ഇല്ലായിരുന്നു, വെറുതെ ചോദിച്ചതാണ്. പക്ഷെ ആ ഉത്തരത്തിന്റെ ആഴം ആലോചിച്ച് നോക്കുക. പൂമ്പാറ്റയ്ക്കും വീടുണ്ടെന്നും, പൂമ്പാറ്റയ്ക്കും അച്ഛനമ്മമാരുണ്ടെന്നും, പൂമ്പാറ്റയ്ക്കും സ്കൂളുണ്ടെന്നും, പൂമ്പാറ്റയ്ക്കും ടീച്ചേഴ്സ് ഉണ്ടെന്നും, പൂമ്പാറ്റയ്ക്കും കൂട്ടുകാരുണ്ടെന്നും, പൂമ്പാറ്റ മനുഷ്യരാണെന്നും, പൂമ്പാറ്റയ്ക്ക് സ്വപ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ അപാരമായ പാരിസ്ഥിതിക വിവേകം ജ്വലിച്ചു നിൽക്കുന്ന, തെഴുത്തു നിൽക്കുന്ന, പച്ചപ്പറന്നിരിക്കുന്ന ഒരു ഉത്തരമാണ് ആ കുഞ്ഞുമോള് പറഞ്ഞിരിക്കുന്നത്. ഇത് വിശദീകരിക്കുന്ന ഒരു കവിതയുണ്ട്. എന്താ കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം 6 ഉത്തരം എന്നാണ്. ഒരു ചോദ്യം 6 ഉത്തരം. ശരി ഉത്തരത്തിന് ഈന്തൽപ്പഴം, തെറ്റിയാലോ ചൂരൽപ്പഴം, കൈപ്പത്തിയിൽ വിരലുകൾ എത്ര? ശരി ഉത്തരത്തിന് ഈന്തൽപ്പഴം, തെറ്റിയാലോ ചൂരൽപ്പഴം, കൈപ്പത്തിയിൽ വിരലുകൾ എത്ര? അങ്കുലികളിൽ 5-ൽ 5-മുള്ള 5-ൽ ചാടി എഴുന്നേറ്റു 5. അങ്കുലികളിൽ 5-ൽ 5-മുള്ള 5-ൽ ചാടി എഴുന്നേറ്റു 5. 1 കുറവുള്ള ലീല 4. അങ്ങനെയും കുട്ടികൾ ഉണ്ടാവുമല്ലോ. 1 കുറവുള്ള ലീല 4. 1 കൂടുതലുള്ള അഷഫ് 6. 1 കൂടുതലുള്ള അഷഫ് 6. എൻഡോസൾഫാനെ പഴിച്ച് മുകേഷ് 3, രേഷ്മ 2. കാസർഗോഡ്. എൻഡോസൾഫാനെ പഴിച്ച് മുകേഷ് 3, രേഷ്മ 2. സാരി തലപ്പ് കൊണ്ട് കൈത്തലം മറച്ച ടീച്ചർ 1. സാരി തലപ്പ് കൊണ്ട് കൈത്തലം മറച്ച ടീച്ചർ 1. വിരലില്ലാത്ത വീരാൻകുട്ടി ഉത്തരം പറഞ്ഞില്ല. വിരലില്ലാത്ത വീരാൻകുട്ടി ഉത്തരം പറഞ്ഞില്ല. അനുഭവമാണല്ലോ ഓരോരുത്തർക്കും അവരവരുടെ ശരി ഉത്തരങ്ങൾ. അനുഭവമാണല്ലോ ഓരോരുത്തർക്കും അവരവരുടെ ശരി ഉത്തരങ്ങൾ. ഒരു ചോദ്യം 6 ഉത്തരങ്ങൾ. ഒരു ചോദ്യം 6 ഉത്തരങ്ങൾ. ഇതാണ് പുതിയ കാലത്ത് അത്തരത്തെ എത്രയോ കവിതകൾ പുതിയ കാലത്ത് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ അനുഭവത്തെക്കുറിച്ച്. ഇപ്പൊ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് എത്രയോ കവിത, അതൊക്കെ നമ്മുടെ ജീവിതത്തെ പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം കുരീപ്പൂർ ശ്രീകുമാർ മാഷ ഒരു കവിത ഉണ്ടല്ലോ, ചേട്ടാ ഞാൻ ഇന്നൊരു ചെടി നട്ടു, അയാൾ അതിന്റെ തടം നനച്ചു. ചേട്ടാ ഞാൻ ഇന്നൊരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ ഞാൻ ഇന്നൊരു കവിത എഴുതി, അന്ന് ആ വീട്ടിലെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. ഇതാണ് ആണധികാരം കൊമ്പ് വിളിക്കുന്ന എല്ലാ വീടുകളും, വീട് മുതൽ കുടുംബം മുതൽ രാഷ്ട്രം വരെ സ്ത്രീ വിരുദ്ധതയുടെ അവസ്ഥ ഇതാണ്. എത്ര മനോഹരമായിട്ട് പറഞ്ഞ്, ചേട്ടൻ ഞാനിന്നൊരു ചെടി നട്ടു, അപ്പൊ അദ്ദേഹം എന്താണ് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ചേട്ടൻ ഞാനിന്നൊരു പുതിയ കറി വെച്ചു, അയാള് ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് എന്താണ് ഗംഭീരായിട്ടുണ്ടെന്ന്. ചേട്ടൻ ഞാനിന്നൊരു കവിത എഴുതി, അന്ന് ആ വീട്ടിലെ സ്റ്റൗ പൊട്ടിത്തെറിച്ച്. അതാണ് ബാക്കി 2 സ്ത്രീകൾ ചെയ്യേണ്ട. കവിത എഴുതുക, നോവൽ എഴുതുക, ചിത്രം വരയ്ക്കുക, അഭിനയിക്കുക, നൃത്തം ചെയ്യുക, ഇതൊന്നും സ്ത്രീക്ക് പറഞ്ഞിരിക്കുന്നതല്ല എന്ന ഒരു ധാരണയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം വരുന്നത്. ഈ കൊമ്പൻ മീശയുടെ പ്രപഞ്ചബോധം കൊണ്ട് ലോകത്തെ അളക്കാൻ വരുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് മഹത്തായ ഭാരതീയ അടുക്കള എന്ന സിനിമ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാതിയാകാശത്തിന്റെ ഉടമകളായി എത്രയോ കാലമായി അങ്ങനെ അവകാശമുള്ള ആള് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം. ആറ്റൂരിന്റെ കവിത, പുറപ്പെട്ടേടത്താണവൾ 1000 കാതം നടന്നിട്ടും ഉണർന്നിട്ടില്ലവൾ 1000 നെഞ്ചിൽ ചവിട്ട് കൊണ്ടിട്ടും എന്ന ആറ്റൂർ രവിവർമ്മ പറയുന്നത് പോലെ സ്ത്രീ അവസ്ഥ ഇപ്പോഴും അങ്ങനെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്നുകൊണ്ട് മനുഷ്യ വിമോചനമാക്കി, വലിയ വിമോചനമാക്കി സ്ത്രീ പ്രശ്നത്തെ മാറ്റേണ്ടതുണ്ട് എന്ന് ഈ കവിതയും ഈ സിനിമയൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ പൗത്രൻ തീക്കിലൂടെ ഒരു കവിത ഉണ്ടല്ലോ, സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ, അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺ പേര് തന്നെ ശരണം. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ. അവിടെ ഒന്നും കവിതയില്ല. പക്ഷെ അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺ പേര് തന്നെ ശരണം എന്ന് പറയുന്നിടത്ത് കവിത പട്ടഞ്ഞുണരുന്നു. കാരണം അവിടെ സ്ത്രീ പ്രശ്നമാണ്. സ്ത്രീയുടെ ജീവിതം ഈ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധ മനോഭാവം എന്താ പറയാ ഇങ്ങനെ നിറഞ്ഞാടുന്ന, ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന, പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിസരത്തില് അതിനെതിരെയുള്ള ചിന്തകളാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇങ്ങനെയുള്ള ചലച്ചിത്രങ്ങളും ഇങ്ങനെയുള്ള കവിതകളും നമ്മെ സൗന്ദര്യബോധമുള്ളവരാക്കി മാറ്റുന്നത്, സാമൂഹ്യ ബോധമുള്ളവരാക്കി നമ്മെ പുതുക്കി പണിയുന്നത് എന്നതിന് യാതൊരു സംശയമില്ല. അതുപോലെ വീരാൻകുട്ടി മാഷ്ടേ ഒരു കവിതയുണ്ട്, മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതയായി. മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതി. നമ്മളിങ്ങനെ കലഹിക്കുന്നു, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്കാരാണോ പുറത്തുള്ള ആളുകളാണോ, അല്ലെങ്കിൽ ജാതി മത വ്യത്യാസതകൾക്ക് നമ്മൾ കലഹിക്കുന്നു. പക്ഷെ മുൾവേലി പൂത്തിരിക്കുന്നു,
അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതെ ജീവിതം ആ പോവാണ്. നമ്മുടെ കലഹങ്ങളെയല്ല. ഇപ്പൊ ആത്മീയതയെക്കുറിച്ച് ശ്രീജിത്തിന്റെ ഒരു കവിതയുണ്ട്. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കലല്ല ആത്മീയത. ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവന്റെ ആയുസ് ഇത്തിരി കൂടി നീട്ടിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കലാണ്. അമ്പലം കാണുമ്പോൾ, ആരാധനാലയം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കലല്ല ആത്മീയത. അത് ചെറിയ ആത്മീയതയാണ്. മറിച്ച് തെരുവിൽ നിൽക്കുമ്പോൾ, ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ ബൈക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ബസ് മാറ്റി കൊടുക്കുന്നുണ്ട്, ലോറി നിർത്തി കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആംബുലൻസിൽ ഒരു മനുഷ്യനുണ്ട്, അയാൾ ജാതി അറിയില്ല, അയാളെ മതം അറിയില്ല, ആണുങ്ങളോ പെണ്ണുങ്ങളൊന്നും അറിഞ്ഞു, വലിയ ആളോ ചെറിയ ആളോ എന്ന് അറിഞ്ഞൂടാ, വയസ്സായ ആളോ കുട്ടിയോ ഒന്നും അറിഞ്ഞൂടാ, പണക്കാരനോ പാവപ്പെട്ടവനോ എന്ന് അറിഞ്ഞൂടാ, ഏത് പാർട്ടിയെന്ന് അറിഞ്ഞൂടാ, ഏത് പ്രദേശം എന്ന് അറിഞ്ഞൂടാ. ഒരു നിമിഷം മുമ്പ്, ഒരു നിമിഷം ഡോക്ടറുടെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ പ്രാണൻ എത്തണേ എന്ന പ്രാർത്ഥനയാണ് ഈ ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവന്റെ ആയുസ് തിരികൂടി നീട്ടിക്കൊടുക്കണേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ്. ആ വലിയ പ്രാർത്ഥനയിലേക്ക് നമ്മളെ കുറെ കൂടി വലിയ മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കവിതകളൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ പ്രദീപ് രാമനാട്ടുകരയുടെ ഒരു കവിതയുണ്ട്, സൗഹൃദം എന്നാണ് കവിതയുടെ പേര്. ചത്തവന്റെ ചങ്ങാതിയാണ് ഞാൻ, കൊന്നവന്റെ സുഹൃത്തും, ചത്തവന് വേണ്ടി കരഞ്ഞും കൊന്നവന് കൈകൊടുത്തും ഒരുവിധം ജീർണിച്ചു പോകുന്നു. അതാണ് ചത്തവന്റെ ഒരു ഭാഗത്ത് ചത്തവന്റെ ചങ്ങാതിയാണ്, മറുഭാഗത്ത് കൊന്നവന്റെ സുഹൃത്തും. ചത്തവന് വേണ്ടി ഇപ്പുറത്ത് കരയുന്നു, കൊന്നവന് വേണ്ടി കൈകൊടുക്കുന്നു, ഗംഭീരായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരുവിധം ജീർണിച്ചു പോകുന്നു. കാരണം നമ്മുടെ ജീവിതത്തിന്റെ നിലപാടില്ലായ്മ, നമുക്ക് സ്വീകരിക്കാനാവാത്ത പല പല അനുഭവങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഇതിനൊക്കെ കളിയായിക്കൊണ്ടിരിക്കുന്ന, ഇതിനൊക്കെ മാറി ഇതൊക്കെ വരുന്ന നിലപാടുള്ള മനുഷ്യരാവണം, ഉറച്ചു നിൽക്കണം അഭിപ്രായങ്ങൾ. നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെ എന്താണ് നീതിയും സത്യവും ബലീകരിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ വലിയ വലിയ ആശയങ്ങളാണ് വാസ്തവത്തിൽ ഈ കവിതകളിലൂടെയൊക്കെ പ്രചലിതമായത്. അതുപോലെ വീരാൻകുട്ടി മാഷ് പ്രണയത്തെ കുറിച്ച് പറഞ്ഞൊരു കവിത ഉണ്ടല്ലോ, ഇലകൾ തൊടുമെന്ന് പേടിച്ച് ആ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. മനോഹരമാണ്. ക്യാമ്പസുകളിലൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് ഈ ആശ്ലേഷം എന്ന് പറയുന്ന കവിത. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. നമ്മൾ പേടിക്കുന്നൊക്കെ ഭൂമിക്കടിയിൽ കൊണ്ട് വേരുകൾ കെട്ടിപ്പിടിക്കും. കാരണം ജാതി, മത, പണ, പ്രതാപം ഇതൊന്നും സൗഹൃദത്തിന്, സ്നേഹബന്ധങ്ങൾക്ക് ഇതൊന്നും തടസ്സമല്ല എന്നുള്ളതാണ്. ആ ആശയം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അതുപോലെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കവിത പേടി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പേടി എന്ന് പറഞ്ഞ കവിത. ഉണർന്നെഴുന്നേറ്റ് വരുന്ന മനുഷ്യനെ പേടിയാണ്, അടുത്ത നിമിഷം അയാൾ ഒരു ആയുധം കയ്യിലെടുത്തേക്കാം. ഉറങ്ങുന്നവരെ വിശ്വസിക്കാം, സ്വപ്നത്തിലല്ലാതെ അയാൾ ആയുധം കൈകൊണ്ട് തൊടുകയില്ല. മരിച്ചവരാണ് ഏറ്റവും നല്ലത്, അവർക്കിനി ആരെയും കൊല്ലാനാവാത്തതിനാൽ. മരിച്ചവരാണ് ഏറ്റവും നല്ലത്, അവർക്കിനി ആരെയും കൊല്ലാനാവാത്തതിനാൽ. ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ മരിച്ചവരാണ് നല്ലത് എന്നൊരു കവി പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത്ര മേലെന്താണ് നമ്മൾ മറ്റു മനുഷ്യരെ കൊല്ലാൻ, മറ്റു മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനോഭാവത്തിനിടയിലാണ് ഈ മരിച്ചവർക്ക് ഇനി ആരെയും കൊല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് മനോഹരമായ മറ്റൊരു കവിതയാണ് കാക്കച്ചി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരരുതേ, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിന്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിന്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. വൈലോപ്പള്ളിയുടെ കാക്കയിൽ നിന്ന് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഉരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയും ഏറ്റവും വൃത്തി പിടിപ്പെടുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിയുമ്പോൾ എന്നൊക്കെ പാടി പറയാൻ പറ്റുന്ന വൈലോപ്പള്ളിയുടെ കവിത ഉണ്ടല്ലോ. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. അത് കാക്കയുടെ പുറത്തു നിന്ന് കാക്കയെ നോക്കിയാണ്. ഇത് കാക്ക തന്നെ പറയാണ്, ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ചു പിറകെ വരണ്ട. എന്താ കാര്യം? കാരണം കാക്കേനെ നമുക്ക് ആവശ്യമുണ്ട്. കാക്കേനെ ആവശ്യമുണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാക്കേനെ കണ്ട കല്ലെടുത്തെറിയും. പക്ഷേ ഈ മരിച്ച ആളുകൾ പിതൃക്കളായി വരുന്നത് കാക്കയുടെ രൂപത്തിലാന്ന് പറഞ്ഞിട്ട് ഈ ബലിച്ചോറൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ആചാരം ഉണ്ടല്ലോ. ആ സമയത്ത് കാക്കയെ ആവശ്യമുണ്ട്. പക്ഷെ ആ കാക്ക പറയാണ്, ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ തെറ്റാലിയിൽ കല്ല് വെച്ചെറിഞ്ഞതിന്റെ പാട് ഇപ്പോഴും നെഞ്ചിലുണ്ട്. അപ്പൊ ഇത് കാക്കയുടെ കഥയല്ല, മറിച്ച് മാറ്റി നിർത്തപ്പെട്ട, അരുക്കാക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട സകല ആളുകളുടെയും ആത്മകഥയായിട്ട് പെട്ടഞ്ഞുണരുകയാണ് വാസ്തവത്തില് വീരാൻകുട്ടിയുടെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്ന. അങ്ങനെ എത്രയോ കവിതകൾ, പലതരത്തിലുള്ള ആവിഷ്കാരം സാധ്യമാകുന്നു. അപ്പോ
പ്രദീപ് രാമനാട്ടുകരയുടെ മറ്റൊരു കവിതയുണ്ട്, കെ രാമായണം എന്ന്. വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണത്. കെ എന്നത് ഇംഗ്ലീഷിലാണ്, രാമായണം എന്ന് പറയുന്നത് മലയാളത്തിലാണ്. കെ രാമായണം. അവൾ സീതയും ഞാൻ രാമനുമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു രാമായണം തരും. അവൾ സീതയും ഞാൻ രാമനുമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു രാമായണം തരും. ദശരഥൻ എന്ന അച്ഛൻ, ലക്ഷ്മണൻ എന്ന അനുജൻ, 14 വർഷം കാട്, സീതാപഹരണം, യുദ്ധം. എല്ലാം തിരിച്ചു കിട്ടിയാൽ സീതയെ ഉപേക്ഷിച്ച് എനിക്ക് നീതിമാനാകേണ്ടി വരും. നോക്കൂ, രാജപാതയല്ല, ഇടിഞ്ഞു പൊളിഞ്ഞ പഞ്ചായത്ത് റോഡാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി. ഞാൻ ശ്രീരാമനല്ല, കെ രാമനാണ്. അവൾ സീതാദേവിയല്ല, പി സീതയാണ്. വേട്ടത് ത്രയ്യമ്പം ഒടിച്ചല്ല, മിഴിയിൽ ഒളിപ്പിച്ച മഴവിൽ ഒടിച്ചാണ്. പോയത് കാട്ടിലേക്കല്ല, കോളനിയിലേക്കാണ്. രാവണൻ അയൽവാസിയെ സീതയിൽ കണ്ണുവെച്ചപ്പോൾ സ്ഥലം വാനരന്മാരെ സംഘം ചേർത്ത് കൊല്ലേണ്ടി വന്നു. 14 വർഷം ജയിൽ ശിക്ഷ. തിരിച്ചു വന്നപ്പോൾ സീതയിൽ സംശയം തോന്നി. തെരുവിൽ ഉപേക്ഷിക്കുമ്പോൾ വാൽമീകി എന്ന എഴുത്തുകാരന്റെ ലോഡ്ജ് മുറി ലക്ഷ്മണനെ കാട്ടിക്കൊടുത്തു. പിന്നീട് ലവകുശന്മാർ പാട്ടുപാടി വന്നപ്പോൾ സീതയെ കാണണമെന്ന് തോന്നി. വിളിച്ചപ്പോൾ വന്നെങ്കിലും വിശുദ്ധി തെളിയിക്കാൻ പി സീത പഞ്ചായത്ത് കിണറ്റിൽ എടുത്തിയാടി. അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് നഗരം ചുറ്റിപ്പോകുന്ന അഴുക്കുചാലിൽ കെ രാമൻ സമാധിയായി. ഇതി കെ രാമായണം സമാപ്തം. ഇതി കെ രാമായണം സമാപ്തം. ഇതാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ഇന്ത്യൻ ഇതിഹാസത്തെ ഏതാനും വരികളിലൂടെ കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രാമന്റെയും പാവപ്പെട്ട സീതയുടെയും ദുരന്തപൂർണമായ ദാമ്പത്യ ജീവിതത്തെ റീമിക്സ് അതിൽ ചേർത്ത് അവതരിപ്പിക്കുകയും ചെയ്ത ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവ പ്രപഞ്ചമാണ് വാസ്തവത്തിൽ കെ രാമായണത്തിലൂടെ പ്രദീപ് രാമനാട്ടുകാരൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. 2 കവിതയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ എന്റെ സംസാരം ഞാനിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചു പോകും, അതുകൊണ്ട് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. അതിലൊന്ന് എന്റെ ഒരു കവിതയുണ്ട്, മിടുക്കർ. ചെറുപ്പക്കാർക്കെതിരെയുള്ള ഒരു കവിതയാണത്. അതൊരുപാട് വിവാദമായ കവിതയാണ്, എത്രയോ ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ്. നമ്മുടെ പ്രളയം വന്നപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് സഹായിച്ചല്ലോ. മത്സ്യത്തൊഴിലാളികളെ പോലെ, നമ്മുടെ പട്ടാളക്കാരെ പോലെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെ, ഭരണകൂടത്തെ പോലെ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ പോലെ നമ്മുടെ ചെറുപ്പക്കാരും ടോറസിൽ ചെറുപ്പക്കാരെത്തി ആളുകൾ രക്ഷപ്പെടുത്തി. ആ കാലത്തൊക്കെ വളരെ വിവാദമായ ഒരു കവിതയാണ് അഭാവം എന്ന് പറയുന്നൊരു കവിത. നാട്ടിലില്ല, വീട്ടിലില്ല, റൂട്ടിലില്ല, 4 ആൾ കൂടുന്നിടത്ത് നിലവിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയിലില്ല, മരണ വീടിന്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീട്ടിലെ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു. സത്യമായും ഐ മിസ് യുടാ. സത്യമായും ഐ മിസ് യുടാ. ഇതാണ്. ഞാൻ ചെറുപ്പക്കാരൊക്കെ എതിരൊന്നുമല്ല, ഞാൻ ഇപ്പൊ +2 ഒരു അധ്യാപകനാണ്, ചെറുപ്പക്കാരൊക്കെ എതിരൊന്നുമല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ പറ്റി പറയുന്ന ഒരു തമാശ എന്താ വെച്ചാൽ, മുത്തച്ഛന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ്. വല്യച്ഛന്റെ, അച്ചാച്ചന്റെ, വല്യുപ്പയുടെ ഒക്കെ മരണാനന്തര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ന്യൂ ജനറേഷന്, പുതിയ തലമുറയ്ക്ക്, ആ വീട്ടിലെ പുതിയ തലമുറയ്ക്ക് ഫോൺ വരുന്നു, സുഹൃത്തിന്റെ ഫോൺ വരുന്നു. അപ്പൊ തിരിച്ചു പറഞ്ഞു, എടാ നീ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാനൊരു ചൊറയിലാണ്. ഈ ചൊറ എന്ന് പറഞ്ഞ വാക്ക് തിരുവനന്തപുരത്തിന് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ അത് വലിയ പ്രശ്നത്തിലാണ് എന്ന് പറയാണ്. അപ്പൊ നീ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാനിവിടെ എന്തോ ഒരു തീരെ താല്പര്യമില്ലാത്തൊരു പ്രശ്നത്തിൽ ഉൾപ്പെട്ട് എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അമ്മ ഹോസ്പിറ്റലാകുക, അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം, സഹോദരിയുടെ കല്യാണം നടക്കുക, ആ സമയത്തൊക്കെ അതൊക്കെ ചൊറയായി തീരുക, അതൊക്കെ അസ്വസ്ഥമായി തീരുന്ന ഒരു തലമുറയല്ല വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് എന്നുള്ള ആശയ പരിസരത്തിന്റെ ഭാഗമായിട്ടാണ് സത്യമായും ഐ മിസ് യുടാ എന്ന് പറയുന്ന ഒരു കവിത ഞാൻ എഴുതിയത്. പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടികളൊക്കെ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് ഈ കവിതയുടെ ഒരു പാരഡി തന്നു എൻ്റെ ഒരു വിദ്യാർത്ഥി. അതില് നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, ഈ കവിതയുടെ തുടക്കം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അവസാനം എന്താണ്, അധ്യാപകരുടെ ജോലി എടുക്കാണ്ട് വേറെ ഒരുപാട് ജോലി എടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ എഴുതിയിട്ട് അവസാനത്തെ വരിയിൽ സത്യമായും ഐ മിസ് യു സർ എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് പാഠമെടുക്കേണ്ട, പഠിപ്പിക്കേണ്ട, ലൈബ്രറിയിൽ ഓടിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ ലോകത്തിന്റെ അറ്റം വരെ എത്തിക്കേണ്ട നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കാതെ വേറെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ ചില കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു എന്നൊക്കെ തമാശ രീതിയിൽ പറഞ്ഞു. സത്യമായും ഐ മിസ് യു സർ, ഇതിന്റെ പാരഡിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കവിതയാണ് മിടുക്കർ. മിടുക്കർ എന്ന് പറഞ്ഞൊരു കവിത. നിന്റെ മകൻ, നേരത്തെ സത്യമാഷ് ആ കവിതാ സമാഹാരത്തിന്റെ പേര് പറഞ്ഞു, മിടുക്കറിന്റെ പേരോടുകൂടിയ. നിന്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എന്റെ മകൾ വിവേകാനന്ദ വിദ്യാഭവൻ, അവന്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ. ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പാഠപുസ്തകം പങ്കിട്ട് ഒരു വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂളുണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ വാളും ശൂലവും കുരിശുമായി നമ്മുടെ മക്കൾ തെരുവിൽ കലുതുള്ളുമ്പോൾ നടുക്ക് വീണ് തടുക്കാൻ ഇവരെങ്കിലും, സാധാരണ സ്കൂളിലെ
ഇവരെങ്കിലും മിടുക്കരാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു കവിതയുണ്ട്. പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്ന കവിതയാണ്. നമ്മുടെ സ്കൂളുകളിലെ സൊവിനീറുകളൊക്കെ ധാരാളം അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കവിതകൾ ഇത്തരത്തിൽ നമ്മുടെ കള്ളം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അശോകൻ മണിയൂർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരന്റെ കവിതയാണ്. ഇത്തിരിയോളം മുഷ്ടിയോളം അത്രേ ഹൃദയം, കള്ളം പച്ചക്കള്ളം എങ്കിലിടമുണ്ടാവുമോ ഇത്രയേറെ മുറിവേൽക്കാൻ. സയൻസ് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ അത്രയാണ് ഒരാളുടെ ഹൃദയം. അത് കള്ളത്തരം എന്നാണ് കവി പറയുന്നത്. ഇത്തിരിയോളം മുഷ്ടിയോളം അത്രേ ഹൃദയം, കള്ളം പച്ചക്കള്ളം എങ്കിലിടമുണ്ടാവുമോ ഇത്രയേറെ മുറിവേൽക്കാൻ. ഇത്രയേറെ മുറിവേറ്റ ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയ ആഘാതത്തെക്കുറിച്ച് സവിശേഷമായ മട്ടിൽ അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ കവിതയിലൂടെ ഒക്കെ പറഞ്ഞു. അതുപോലെ വളരെ ചെറിയ ഒരുപാട് കവിതകൾ. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, കുടുംബേറ്റെടുത്ത് ഒരു പ്രശ്നമില്ല. പക്ഷേ അമ്മ മരിച്ചപ്പോൾ അനാഥനായി. അനാഥത്വം 4 വാക്കേ ഉള്ളൂ: അച്ഛൻ, അമ്മ, നാഥൻ, അനാഥൻ. പക്ഷെ ഈ കവിത നാസർ എന്ന് പറഞ്ഞ ആൾ എഴുതുന്നതിന് മുമ്പേ നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി എന്നത്. അപ്പോ നമ്മുടെ അമ്മയാണ് വാസ്തവത്തിൽ നമ്മുടെ മാതൃഭാഷ. നമ്മൾ സ്വപ്നം കാണുന്നതാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ഈടുവെപ്പുകളാണ്. നമ്മെ നാമാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മാതൃഭാഷയിലാണ്. അങ്ങനെ മാതൃഭാഷയിൽ പുലരുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വനിതാ കോളേജ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കവിതകൾ കൊണ്ട്, നമ്മുടെ കഥകൾ കൊണ്ട്, നമ്മുടെ മാതൃസാഹിത്യം കൊണ്ട്, നമ്മുടെ മാതൃഭാഷയിലെ നമ്മുടെ അനേക തരത്തിലുള്ള വ്യവഹാരങ്ങൾ കൊണ്ട് വലിയ സ്വപ്നങ്ങൾ, വലിയ ജീവിതങ്ങൾ, വലിയ പ്രതീക്ഷകൾ, വലിയ ചിന്തകൾ, വലിയ ഭാവനകൾ, വലിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുന്ന നല്ല മിടുക്കികളായി നിങ്ങളൊക്കെ വലുതാവട്ടെ എന്ന ആശംസ ഇതോടൊപ്പം ഉണ്ട്. എന്നെ വിളിച്ച, ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ച എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സത്യൻ സാർ, കോഴിക്കോട്ടുകാരനാണ്. ഹൃദയത്തിൽ നന്മയുള്ള, നിങ്ങൾക്ക് മലബാറിന്റെ മണവും ഗുണവും സ്നേഹവും ഒക്കെ അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും സത്യമാഷെ ഈ ഒരു അദ്ദേഹമാണല്ലോ നമ്മുടെ ഇവിടുത്തെ വകുപ്പ് അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവും. അദ്ദേഹം നല്ല എന്താ പറയാ ഒരു സഹൃദയനാണ്. അദ്ദേഹത്തിന്റെ മകള് നല്ല പാട്ടുകാരിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ എനിക്കറിയാം. അതുപോലെ നിങ്ങളുടെ കോളേജിലെ ഏതാണ്ട് എല്ലാ അധ്യാപകരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട്ടെ വളരെ ചെറിയൊരു പ്രദേശത്തെ ഒരു ചെറിയ രീതിയിൽ ജീവിക്കുന്ന, ചെറിയ മട്ടിൽ കവിത ചെയ്യുന്ന, ചെറിയ മട്ടിൽ ചിത്രം വരയ്ക്കുന്ന നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മഹത്തായ പരിപാടി, ലോക മാതൃഭാഷാ ദിനത്തിലെ വളരെ സജീവമായ ഒരു പരിപാടിയോടൊപ്പം ചേർത്ത് നിർത്തിയതിൽ വലിയ സന്തോഷം, വലിയ കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറിയ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃഭാഷാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല സാർ. വളരെ വേഗതയിൽ ഇത്രയും കവിതകൾ കാണാതെ പഠിച്ച് എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. 2 കവിതയിലൂടെ, സാറിന്റെ തന്നെ 2 കവിതയിലൂടെ, വളരെ അമ്മ എന്ന കവിതയിലൂടെ മാതൃഭാഷയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തി. സമകാലിക മലയാള കവിതയുടെ വലിയ അർത്ഥവത്തായ കവിതയുടെ പരിച്ഛേദം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച് സാറ് എല്ലാ നന്ദിയും സാറിനോട് അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറിന്റെ കവിതയെ കുറിച്ച് ചോദിക്കാം. പിന്നെ ഒരു കവിത സാറ് ചൊല്ലണമെന്ന് നേരത്തെ സത്യൻ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈണത്തിൽ പാടുന്ന കവിത ഉണ്ടെങ്കിൽ ഒരു കവിത അവതരിപ്പിച്ചാൽ ഈണത്തിൽ പാടാൻ അത്ര അറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈണത്തിൽ മറ്റുള്ളവർ എന്റെ കവിത പാടിയത് ഞാൻ സത്യമാഷ അയച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതി. സാറ് വേറെ ഒരു കവിതയും കൂടെ അവതരിപ്പിക്കണം. ഏത് ഒരു കവിതയും കൂടെ, കുറച്ച് വലിയ കവിത. കുറച്ച് വലിയ കവിത ഞാന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹലോ, കേക്കാം സാറേ. നമ്മളെ കേരാമേണം കവിത കുറച്ച് ദീർഘമായിട്ടുള്ള കവിതയാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പോ പിന്നെ അങ്ങനെ കുറെ കവിതകളുണ്ട്. പിന്നെ അതുപോലെ പുലി വന്നപ്പോൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പുലി വന്നപ്പോൾ എന്ന് പറയുന്ന കവിതയുണ്ട്. പുലിയല്ലേ വരുന്നത്, നിലവിളിക്കാത്തത് എന്താണ്? ആട്ടിടയനോട് ഞാൻ ചോദിച്ചു,
നമ്മളെ പഴയ കഥയുണ്ടല്ലോ, പുലിയല്ലേ വരുന്നത്, നിലവിളിക്കാത്തതാണ്. ആട്ടിടയനോട് ഞാൻ ചോദിച്ചു, ആടുകൾ മേയുന്ന ഈ കുന്നിൻപുറം പുലിയുടേതാണ്, ആടുകളെ എല്ലാം പുലി വളർത്തുന്നതാണ്, ഞാൻ തന്നെ പുലിയുടെ ശമ്പളക്കാരനാണ്, പിന്നെന്തിന് ഭയക്കണം? ആട്ടിടയൻ പറഞ്ഞു തീരും മുമ്പ് പുലി നഖം എന്റെ കഴുത്തിൽ അമർന്നിരുന്നു. ആട്ടിടയൻ പറഞ്ഞു തീരും മുമ്പ് പുലി നഖം എന്റെ കഴുത്തിൽ അമർന്നിരുന്നു. ഒന്നത്. രണ്ട്, പിന്നെ എന്ന് പറഞ്ഞൊരു കവിത. പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞവരാരെയും പിന്നെ കണ്ടില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞവരാരെയും പിന്നെ കണ്ടില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവരാരും പിന്നെ വിളിച്ചില്ല. പിന്നെ എഴുതാമെന്ന് പറഞ്ഞവരാരും പിന്നെ എഴുതിയില്ല. എന്നിട്ടും പിന്നെ എന്ന വാക്കിനെ നമ്മൾ തല്ലിക്കൊന്നില്ല. പിന്നൊരു കാലത്ത് എനിക്കും നിനക്കും തോളിൽ കൈയിട്ട് നടക്കാൻ ഈ ചങ്ങാതിയെ കാണൂ. പിന്നൊരു കാലത്ത് എനിക്കും നിനക്കും തോളിൽ കൈയിട്ട് നടക്കാൻ ഈ ചങ്ങാതിയെ കാണൂ. അതാണ്. പിന്നെ KN മാഷ് ഒരു അരമണിക്കൂർ പ്രഭാഷണം ഈ ഒരു ചെറിയ കവിതയെ വെച്ച് ചെയ്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ മറ്റൊരു കവിത, ചെറിയ കവിത. 9 വാതിൽ തുറന്നു കിടന്നിരുന്നു, അടഞ്ഞ ഒന്നിൽ തന്നെ മുട്ടി കഴിഞ്ഞുകൂടി ഒരു ജന്മം മുഴുവൻ. 9 വാതിൽ തുറന്നു കിടന്നിരുന്നു, അടഞ്ഞ ഒന്നിൽ തന്നെ മുട്ടി കഴിഞ്ഞുകൂടി ഒരു ജന്മം മുഴുവൻ. അതാണ്. അതുപോലെ മറ്റൊരു കവിത. എത്ര വേദനകൾക്ക് മുകളിലാണ് നാം മുളച്ചു മുതിരുന്നത്, തളിർത്ത് പൂക്കുന്നത്, മുളച്ചു മതിക്കുന്നത്. മധുരമേ നീ ഓർക്കില്ല വേരറിഞ്ഞ കയ്പുകൾ, മധുരമേ നീ ഓർക്കില്ല വേരറിഞ്ഞ കയ്പുകൾ. അതുപോലെ മറ്റൊരു കവിത പരാജയം എന്ന് പറഞ്ഞൊരു കവിത. കവിത എഴുതി അയാൾ വിജയിച്ചു, കഥ എഴുതി വിജയിച്ചു, പടം വരച്ചും പടം പിടിച്ചും വിജയിച്ചു. ഒന്നിലും പരാജയപ്പെടാത്തതിനാൽ അയാൾ ഇന്ന് കടുത്ത നിരാശയിലാണ്. വിജയിച്ച മനുഷ്യരോളം പരാജിതരായി ലോകത്തിൽ ആരുണ്ട്? വിജയിച്ച മനുഷ്യരോളം പരാജിതരായി ലോകത്തിൽ ആരുണ്ട്? അപ്പൊ ടീച്ചർ അത് മതി. ഓക്കെ, സന്തോഷം. അപ്പൊ ഞാൻ ഒരുപാട്, എനിക്ക് അടുത്തൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. എനിക്ക് 8 മണിക്ക് ഒരു ഗൂഗിൾ മീറ്റ് കൂടി ഉണ്ട്. അപ്പൊ ഞാനിന്ന് വിട പറയട്ടെ. ഇപ്പൊ കഴിയും സാറേ, 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ. 2 മിനിറ്റ്. നമ്മളെ ഈ മാതൃഭാഷാ ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരു കവിത അവതരിപ്പിക്കുന്നതിന് സെക്കൻഡ് BA ആതിര ശ്രീനിവാസിനെ ക്ഷണിക്കുന്നു. അല്ല, ആരതി ശ്രീനിവാസിനെ ക്ഷണിക്കുന്നു. ആരതി. ഹലോ. പാടിക്കോളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ മാതൃഭാഷാ ദിനത്തിൽ മലയാളത്തെക്കുറിച്ച് പ്രൊഫസർ V മധുസൂദനൻ നായർ എഴുതിയ ഏതാനും വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അങ്കക്കളരിയിൽ വീരാളിപ്പട്ടുടുത്ത മലയാളം, തങ്കത്തളികയിൽ വിരുന്നുകാരനെ ഊട്ടിയ മലയാളം, കടലും മലയും കായലും ഓതിയ തനിമൊഴി മലയാളം, നിളയും ഗംഗയും അലിഞ്ഞു യോഗ പെരുമൊഴി മലയാളം, കടുകു തുളച്ചെഴു കടലു നിറച്ച തിരുക്കുറളൊരിയാടി, കനലു പൊഴിച്ച ചിലപ്പതികാര കൊടുകൊട്ടിയാട്ടമാടി, പെരിയാർ തിരയുടെ അദ്വൈതത്തിൽ പെരുമാൾ തിരുമൊഴി തൂകി, ചെറിയോർ കമുതായി മൺചട്ടികളിൽ ചുരന്ന മലയാളം, തുഞ്ചത്തെ ശുഗകാകളി നേരുകൾ തുള്ളിയുറഞ്ഞ ചിരിക്കതിന, മുഞ്ചു നിറഞ്ഞോരൊപ്പന പാട്ടിൻ വാതിൽ തുറന്നു തരും പാട്ട്, വീണ പൂക്കളെ വീണ്ടും ഉണർത്തി ചോര നമുക്കു ഞരമ്പുകളിൽ, അങ്കക്കളരിയിൽ വീരാളിപ്പട്ടുടുത്ത തുടുമൊഴി മലയാളം, തങ്കത്തളികയിൽ നവയുഗ കാമ്യം വിളമ്പി നിൽപ്പവൾ മലയാളം, 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 മലയാളം. നന്ദി, നമസ്കാരം. നന്ദി ആരതി. നമ്മുടെ ഈ ചടങ്ങിന് ഔപചാരികമായ
നന്ദി പറയുന്നതിന് വേണ്ടി ആതിരയെ ക്ഷണിക്കുന്നു. 2ാം വർഷ BA മലയാളത്തിലെ ആതിരയെ ക്ഷണിക്കുന്നു. നമസ്കാരം, കേൾക്കാൻ പറ്റുന്നു ടീച്ചറെ? കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം. ഇപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ്. എന്റെ അഭിപ്രായത്തിൽ എന്തിനും ഭാഷയുണ്ട്. ചരത്തിനും അചരങ്ങൾക്കും എല്ലാം ഭാഷയുണ്ട്. നമ്മുടെ ശബ്ദം കൊണ്ടും നോട്ടം കൊണ്ടും നമ്മുടെ അംഗങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കുന്നത് പോലെ തന്നെ ചലിക്കാൻ കഴിയാത്തൊരു പേപ്പറും പേനയും ആണെങ്കിൽ കൂടിയും അവ തമ്മിലുള്ള ഒരു അടക്കത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇടർച്ചയിലൂടെയോ ഒക്കെ അവര് നമുക്കറിയാത്ത ഒരുപാട് ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുന്നുണ്ട്. ഇന്നൊരു മലയാളം, അതായത് എന്റെ മാതൃഭാഷ ഐച്ഛിക വിഷയമായി എടുത്ത ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇന്നേ ദിവസം ആചരിക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിലും എനിക്ക് നല്ല അഭിമാനമുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഭാഷ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരമാണ്. അതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതിന്റെ ഉത്ഭവം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഒഴുക്കിലെ മുഴുവനും കടന്നു പോകുന്ന ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു സത്ത നമ്മുടെ ഭാഷയിലുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റു ഭാഷകളെ ആ ഭാഷകളിൽ നിന്നും വാങ്ങലുകളും അങ്ങോട്ടേക്ക് കൊടുക്കലുകളും ഉണ്ടാവുന്നത്. പക്ഷേ ആ മറ്റൊരു ഭാഷ നമ്മുടെ മാതൃഭാഷയെ പറിച്ചു മാറ്റി അവിടെ സ്ഥാനം നേടാൻ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അവിടെ ഒരു സ്ഥാനം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെതായിട്ടൊരു നഷ്ടം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന സംസ്കാരം, നമ്മൾ ഇപ്പോഴും പറയുന്നത് പോലെ ആർഷഭാരത സംസ്കാരം. എന്താണ് നമ്മുടെ സംസ്കാരം എന്ന് ചോദിക്കുമ്പോൾ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് പോലെയല്ല. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും നമ്മൾ ഇപ്പോഴെന്താണോ, നമ്മൾ വന്ന വഴിയിൽ നമ്മൾ എന്തായിരുന്നു, അതിന്റെ എല്ലാം ഒരു ഒത്തുചേരലാണ് നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പോ ശരിക്കും നമ്മുടെ മാതൃഭാഷയെ അതിനെ എത്രത്തോളം ബഹുമാനിക്കണമെന്നും അതൊരു ബോധന മാധ്യമമായി നമ്മൾ ഓരോ കുട്ടികളിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ആശയം സാറിന്റെ പാഠമൊന്ന് ചക്ക എന്ന കവിതയിലൂടെ അതാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത്. ഇപ്പോ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നമുക്ക് മാതൃഭാഷ, പല ആശങ്കകളും ഉണ്ടെങ്കിൽ കൂടിയും മാതൃഭാഷയെ കുട്ടികളുടെ ബോധന മാധ്യമമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, സാർ എന്നോട് പരിചയപ്പെടുത്തിയ എല്ലാ കവിതകളും ജീവിതവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഭാഷയും ഭാഷണവും കവിതയും എന്നതായിരുന്നു നമ്മുടെ വിഷയം. ഭാഷയും ഭാഷണവും കവിതയും ജീവിതവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മൊത്തത്തിൽ സാർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഭാഷയിലൂടെയാണ് പ്രതിഷേധിക്കുന്നതെന്നും ഇവിടെ ഒരുപാട് കവിതകൾ സാർ പറഞ്ഞു തന്നു. ഇത്തരം നേരം കൊണ്ട് സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സാർ ഇതിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൈകാരികമായിട്ട് അതിലേക്ക് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ശബ്ദമായി വരുന്ന കവിതകൾ, പ്രത്യാശയുടെ കവിതകൾ, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ സമകാലിക അവസ്ഥകളെ ചൂണ്ടിക്കാട്ടുന്ന കവിതകൾ, കുട്ടികളുടെ മാനസികാവസ്ഥയെ ചൂണ്ടിക്കാട്ടുന്ന അതിസങ്കീർണമായ ഉത്തരങ്ങൾ, ഒരുപാട് ഉത്തരങ്ങളുള്ള വലിയ വലിയ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്ന കവിതകൾ, അങ്ങനെ ഒരുപാട് കവിതകളിലൂടെ ജീവിതം എന്തെന്നും നമ്മുടെ ഭാഷ അതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പഠിപ്പിച്ച് തരികയായിരുന്നു ശരിക്കും സോമൻ കടലൂർ സർ ഈ ഒരു സെമിനാറിലൂടെ ചെയ്തത്. ജന്മസിദ്ധമല്ല, സമൂഹസിദ്ധമാണ് മാതൃഭാഷ എന്ന് സാറ് തന്നെ പറയുകയുണ്ടായി. സാറിന്റെ കവിതകൾ ഒരുപാട് മനസ്സിൽ കൊള്ളുന്ന കവിതകളാണ് സാറിന് അവതരിപ്പിച്ചത്. ശരിക്കും അധികാരത്തിന്റെ ഭാഷ അനുസരിക്കുന്ന ഒരു അടിമത്തത്തിന്റെ സംസ്കാരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, മറിച്ച് എല്ലാ ഭാഷയും പഠിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയിലാണെന്നും ആ മാതൃഭാഷ നമ്മൾ തന്നെയാണെന്നും അതിൽ നമ്മുടെ സത്തയാണുള്ളതെന്നുമുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ ഒരു ദിനത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാ ഭാഷയും ബഹുമാനിക്കുന്നത് പോലെ തന്നെ എന്റെ ഭാഷയെ എന്റെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഒരു നല്ല ഒരു പ്രഭാഷണം ഞങ്ങൾക്ക് നൽകിയതിന് സാറിന് നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഞങ്ങളുടെ HOD ആയിട്ടുള്ള സത്യൻ മാഷാണ്. മാത്രമല്ല, സത്യൻ മാഷിന്റെ അഭാവത്തിലും ഇതിനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിഭജിച്ചു തന്ന ഗംഗ ടീച്ചർ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ നിരവധി അധ്യാപകർ, അതായത് എല്ലാ അധ്യാപകരും, ഇവിടെ തന്നെയുള്ള ഷെറിന ടീച്ചർ, ശൂപ സർ തുടങ്ങി പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ അധ്യാപകരും ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഞങ്ങളുടെ. മാത്രമല്ല, ഇവിടേക്ക്
ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഒരുപാട് നന്ദി പറയുന്നു. എന്റെ എല്ലാ സഹപാഠികൾക്കും ഇത്ര നേരം കേട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വളരെ മനോഹരമായ ഹൃദ്യമായ കുറച്ചേറെ നിമിഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി. ഇതുപോലെ ഇവിടെ അവതരിപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട മിടുക്കരായിട്ടുള്ള അനേകം കവിതകളെ സൃഷ്ടിക്കുവാനും ഇനി ഇതുപോലെയുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്താനും ഒക്കെ സോമൻ സാറിന് സാധിക്കട്ടെ. സാറിന്റെ വിദ്യാർത്ഥികൾക്ക് സാറിന്റെ ഈ പ്രഭാഷണവും അല്ലെങ്കിൽ ക്ലാസ്സുകളും ഒക്കെ കേട്ടിരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ധാരാളം കവിതകൾ കൊണ്ട് മലയാള കവിതയെ അണിയിച്ചൊരുക്കുവാൻ സാറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മാതൃഭാഷയെ ചേർത്ത് നിർത്തിക്കൊണ്ട്, മലയാളത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും സാർ പറഞ്ഞതുപോലെ ജീവിതത്തെയും സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. Okay.